നമ്മൾ സംസാരിച്ചു കൊണ്ടുവരുന്നത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നമ്മൾ ശരിയായി ചിന്തിക്കുമ്പോൾ ഒരു വിവേകമുള്ള മനുഷ്യൻ വിവാഹത്തിന് തയ്യാറാകുമോ? വിവേകമുള്ള ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി എങ്ങനെയാണ് വിവാഹത്തിന് തയ്യാറാവുക എന്ന് ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാൻ സാധ്യത. കേവലം ഒരു വൈകാരിക ശമനത്തിന് അല്ലെങ്കിൽ വികാര ശമനത്തിന് വേണ്ടിയാണ് വിവാഹം ചെയ്യുന്നത് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ പിന്നെ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമില്ല. മൃഗങ്ങളും വികാരം ശമിപ്പിക്കുന്നുണ്ട്. കേവലം ഒരു വികാര ശമനത്തിന് വേണ്ടിയുള്ള സംവിധാനം എന്ന നിലക്ക് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ വിവാഹത്തെ സമീപിക്കുകയില്ല. വിവാഹത്തോടു കൂടി യഥാർത്ഥത്തിൽ വളരെ വലിയ ഒരു അപകട സാധ്യതയുള്ള മേഖലയിലൂടെയാണ് അവൻ്റെ ജീവിത വാഹനം അവൻ തിരിച്ചുവിടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. സുരക്ഷിതമായ ഒരു റോട്ടിലൂടെ യാതൊരു വളവും തിരിവും കുണ്ടും കുഴിയും ഒന്നുമില്ലാത്ത ഒരു റോട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇനി അവൻ്റെ ആ വാഹനം കുറേ വളവും തിരിവും കുണ്ടും കുഴിയും അപകട സാധ്യതകൾ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയിലൂടെ അവൻ്റെ വാഹനം അവൻ തിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ ഒരു വിധം വിവേകം ഉള്ളവൻ അത് ചെയ്യുകയില്ല. അത് ചെയ്യണമെങ്കിൽ അതിനുമാത്രം തക്കതായ വലിയ എന്തെങ്കിലും ന്യായീകരണങ്ങൾ കാരണങ്ങൾ ഉണ്ടെങ്കിലേ 100% സേഫായ ഒരു റൂട്ടിൽ നിന്ന് ഒരു 10, 20, 30, 40% മാത്രം സേഫ്റ്റിയുള്ള കൂടുതലായും അപകട സാധ്യതയുള്ള ഒരു റൂട്ടിലൂടെ അവൻ്റെ വാഹനം അവൻ ഓടിച്ചു കൊണ്ടുപോകാൻ തയ്യാറാവുകയുള്ളൂ. വിവാഹത്തിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും ഒറ്റത്തടിയാണ്. എനിക്ക് എന്നെക്കുറിച്ച് മാത്രമേ സമാധാനം പറയേണ്ടതുള്ളൂ. വിചാരണക്ക് ചെല്ലുന്ന സമയത്ത് എൻ്റെ പുസ്തകത്തിൽ ഒരുപാട് സംഗതികൾ ഒന്നും രേഖപ്പെട്ട് കിടക്കുന്നുണ്ടാവുകയില്ല, എൻ്റേത് മാത്രം. എന്നാൽ വിവാഹശേഷം എൻ്റെ അക്കൗണ്ട് വളരെ നീണ്ടതായിരിക്കും. എനിക്ക് കരകയറി പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് വിവേകമുള്ള ഒരാൾ ശരിക്കും പറഞ്ഞാൽ വിവാഹത്തിന് മുതിരുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പരിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ അത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തഹരീമിൻ്റെ 6-ാമത്തെ സൂക്തത്തിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു, വിവാഹിതരായ സന്താനങ്ങളുള്ള ഭാര്യമാരുള്ള ആളുകളെ വിളിച്ച് അല്ലാഹു പറയുന്നത് നിങ്ങളെ തടി മാത്രം കാത്തുകൊള്ളണമെന്നല്ല. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സംരക്ഷിച്ചു കൊള്ളണം. വഅഹ്ലീകും നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളെയും നിങ്ങൾ സംരക്ഷിച്ചു കൊള്ളണം. നാറൻ നരകത്തിൽ നിന്ന്. എങ്ങനെയുള്ള നാറ്, എങ്ങനെയുള്ള നരകം? വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അവിടെ ഇന്ധനമായി ഉപയോഗിക്കപ്പെടുന്നത്, അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യ ശരീരങ്ങളും കരിങ്കല്ലുകളുമാണ്.
അങ്ങനെയുള്ള നരകത്തിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെയും നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളെയും നിങ്ങൾ സംരക്ഷിച്ചു കൊള്ളണം. ഇത് ഭാര്യമാരും സന്താനങ്ങളും ഉള്ളവർക്ക് റിസ്ക് കൂടുതലാണ്. അത് രണ്ടും ഇല്ലാത്തവർക്ക് റിസ്ക് കുറവാണ്. കാരണം ഞാൻ എൻ്റെ തടി മാത്രം നോക്കിയാൽ പോരെ. ഞാൻ നിസ്കരിച്ചോ, ഞാൻ നോമ്പെടുത്തോ, ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടോ, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നോ, അത് മാത്രം നോക്കിയാൽ മതി. ഭാര്യ സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരാൾക്ക് ഒരു ഭാര്യ ഉണ്ടാകുമ്പോൾ, ആ ഭാര്യയിൽ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ രണ്ടാളുകളുടെ റിസ്ക് കൂടി. നിസ്കരിച്ചോ, നോമ്പെടുത്തോ, ഹറാമായ കാര്യങ്ങൾ പറഞ്ഞോ, വേണ്ടാത്തതിൽ ഇടപെട്ടോ. 2 ഭാര്യമാരുണ്ടാകുമ്പോൾ, 3 ഉണ്ടാകുമ്പോൾ, 4 ഉണ്ടാകുമ്പോൾ, അതിലൊക്കെ സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ വമ്പിച്ച റിസ്ക്കാണ് മനുഷ്യന്റെ പെരടിയിൽ വന്ന് വീഴുന്നത്. വിവേകമുള്ള ഒരുത്തൻ വിവാഹത്തിന് മുതിരുമോ? പുരുഷന് മാത്രമല്ല, സ്ത്രീക്കുമുണ്ട്. കുല്ലുക്കും റാഇൻ വകുല്ലുൻ മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളിൽ ഓരോരുത്തരും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. ഓരോരുത്തരോടും അവരവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദിക്കപ്പെടും. ഭാര്യയോട് ചോദ്യമുണ്ട്, ഭർത്താവിനോട് ചോദ്യമുണ്ട്. സ്ത്രീ അവൾ വിവാഹിതയാകുന്നതിന്റെ മുമ്പ് അവളെക്കുറിച്ച് മാത്രമേ ചോദ്യമുള്ളൂ. വിവാഹിതയായി കഴിഞ്ഞാൽ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടിയിരുന്ന സേവന പ്രവർത്തനങ്ങൾ, അനുസരണ, ആ അനുസരണയുടെ വിഷയത്തിൽ അവൾ ഏതെല്ലാം മേഖലയിൽ വിജയിച്ചിട്ടുണ്ട്, ഏതെല്ലാം മേഖലയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, വ്യക്തമായ വിചാരണക്ക് അവൾ വിധേയമാക്കപ്പെടുന്നു. പുരുഷന്റെ മാത്രം വിഷയമല്ല, സ്ത്രീയുടെയും വിഷയം ആകുന്നു. ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടു. ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം പ്രവാചകൻ ആ സ്ത്രീയോട് ചോദിക്കുന്നു, അദാതു സൗജിൻ അന്തി, നിനക്ക് ഭർത്താവുണ്ടോ? നീ ഭർതൃമതിയാണോ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഭർത്താവുണ്ട്. അപ്പോൾ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൈഫ അന്തി ലഹു, നീ നിന്റെ ഭർത്താവുമായിട്ട് എങ്ങനെയാണ് സമീപന രീതിയും ബന്ധത്തിന്റെ ശൈലിയും ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, മാ ആലൂഹു ഇല്ലാ മാ അജസ്തു അൻഹു, എനിക്ക് സഹിക്കാൻ കഴിയാത്ത, എനിക്ക് താങ്ങാൻ കഴിയാത്ത അതല്ലാത്ത എല്ലാ വിഷയങ്ങളിലും ഞാൻ അദ്ദേഹത്തിന് അനുസരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിധേയമായി മാത്രം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ആ സ്ത്രീയോട് പറയുകയാണ്, ഫൻദുരി കൈഫ അൻതി ലഹു ഇന്നമാ ഹുവ ജന്നതുകി വനാറുകി. നീ നിന്റെ ഭർത്താവുമായി എപ്രകാരത്തിലാണ് എന്ന് നീ വീണ്ടും വീണ്ടും പുനഃപരിശോധിക്കുന്നത് ആവശ്യമാണ്. കാരണം ഇന്നമാ ഹുവ ജന്നതുകി വനാറുകി, അവൻ നിന്റെ സ്വർഗമാണ്, അവൻ നിന്റെ നരകമാണ്. അഥവാ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവൻ കാരണക്കാരനാണ്, നിനക്ക് നരകത്തിൽ പ്രവേശിക്കാനും അവൻ കാരണക്കാരനാണ്. രണ്ടിനുമുള്ള സാധ്യതയുണ്ട്. സ്ത്രീയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വേറെ ഒരു ഹദീസിൽ കാണാൻ കഴിയും, ഒരു സ്ത്രീ ഇദാ സ്വല്ലത്ത് ഖംസഹ വസ്വാമത്ത് ശഹ്റഹ വഅത്വാഅത്ത് സൗജഹ ഖീല ലഹാ ഉദ്ഖുലിൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅ്തി. ഒരു സ്ത്രീ അവളുടെ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുകയും പരിശുദ്ധ റമളാനിലെ നോമ്പെടുക്കുകയും അവളുടെ ഭർത്താവിന് സമ്പൂർണമായി അവൾ അനുസരിക്കുകയും ചെയ്താൽ അവൾക്ക് കിട്ടാൻ പോകുന്ന എന്താണെന്നറിയാം നിങ്ങൾ? അവർക്ക് കിട്ടാൻ പോകുന്നത് ഖീല ലഹ, അവളോട് പറയപ്പെടുന്നു, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിച്ചോ, എങ്ങനെങ്കിലും പ്രവേശിച്ചോ എന്നല്ല പറയുന്നത്. ഉദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅ്തി, നീ ഏത് വാതിലിലൂടെ വേണമെങ്കിലും പ്രവേശിച്ചു കൊള്ളണം. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി. മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വിഷയങ്ങൾ ഇങ്ങനെ സഹാബികളോട് ചോദിച്ചു. അപ്പം അതിന് മറുപടി പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്, ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്ത ആളെ ഇന്ന വാതിലിലൂടെ വിളിക്കപ്പെടും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റമളാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന നോമ്പുകാർക്ക് റയ്യാൻ എന്ന കവാടത്തിലൂടെ വിളിക്കപ്പെടും.
എന്നുള്ള കഥകളൊക്കെ റസൂൽ അങ്ങനെ പറഞ്ഞപ്പോൾ സഹാബികളിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, സ്വർഗത്തിന്റെ 8 വാതിലിൽ കൂടി വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? സെപ്പറേറ്റ് ഓരോ വാതിലിലൂടെ വിളിക്കുന്നവരുണ്ട്, ചില സൽക്കർമ്മങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ട്. എന്നാൽ 8 വാതിലിലൂടെയും വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അന്ത മിൻഹും, ബോക്കറെ, നിങ്ങളെ സ്വർഗത്തിന്റെ 8 വാതിലിൽ കൂടി വിളിക്കപ്പെടും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സമുദായത്തിലെ പ്രഥമ പൗരനാണ്, ഈ സമുദായത്തിലെ 1ാമത്തെ വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ റസൂൽ നൽകിയിട്ടുള്ള ബഹുമതി, അംഗീകാരം, പ്രത്യേകതയാണ് സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ കൂടി വിളിക്കപ്പെടുക എന്നത്. ഈ വിളിക്കപ്പെടുക എന്ന യോഗ്യത ഒരു സ്ത്രീക്ക് അള്ളാഹുവിന്റെ റസൂൽ നൽകുന്നത് അവൾ ജിഹാദ് ചെയ്തത് കൊണ്ടല്ല, അവൾ പുരുഷന്മാരെ പോലെ തെരുവിലിറങ്ങി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുടുംബം പുലർത്തിയത് കൊണ്ടല്ല, അവൾ വേറെ എന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെട്ടത് കൊണ്ടല്ല. 3 കാര്യങ്ങൾ: അവളുടെ 5 നേരത്തെ നിസ്കാരം, അവളുടെ റമദാനിലെ നോമ്പ്, ഭർത്താവിനെ അനുസരിക്കുക. ഇതിന്റെ മാത്രം പേരിൽ ഒരു സ്ത്രീക്ക് നൽകപ്പെടുകയാണ് അപ്പോ വളരെ അപകട സാധ്യതയുണ്ട്. ഇന്നമാഹുവ ജന്നതുകി വനാറുകി, നിന്റെ സ്വർഗമാണ് അവൻ, നിന്റെ നരകവുമാണ് അവൻ. വേറെ ഒരു സംഭവം ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉബയ്യിബ്നു സലൂലിന്റെ മകൾ, അബ്ദുല്ലാഹിബിൻ ഉബയ്യിബ്നു സലൂൽ നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മുനാഫിക്കുകളുടെ നേതാവാണ്, കപടവിശ്വാസി. അദ്ദേഹത്തിന്റെ മക്കൾ ചിലരൊക്കെ വലിയ മഹാന്മാരായ സഹാബികളുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മകൾ ഉണ്ടായിരുന്നു, ജമീല എന്നാണ് ആ മകളുടെ പേര്. ആ പെൺകുട്ടി ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയാണ്, കല്യാണം കഴിച്ച് വിവാഹിതയായ ഒരു പെൺകുട്ടി. പക്ഷെ അദ്ദേഹത്തിന്റെ, ആ പെൺകുട്ടിയുടെ ഭർത്താവ് ശാരീരികമായി ചില വൈരൂപ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു, സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹവും സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. ഈ ചെറുപ്പക്കാരിയായ പെണ്ണ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, സാബിത്ത് ഇബ്നു ഖൈസിൻ മാ അഅതിബു അലൈഹി ഫീ ദീനിൻ വല ഖുലുഖ്. നബിയെ, സാബിത്ത് ഇബ്നു ഖൈസിനെ കുറിച്ച് എനിക്ക് മോശമായിട്ട് ഒന്നും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ ദീനിയായ ജീവിതത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചോ എനിക്ക് മോശമായിട്ട് ഒന്നും പറയാനില്ല. അദ്ദേഹം 100% പെർഫെക്റ്റ് ആണ്. മാ അഅതിബു അലൈഹി ഫീ ഖുലുഖിൻ വല ദീൻ, പക്ഷേ വലകിന്നി അക്റഹുൽ കുഫ്ര ഫിൽ ഇസ്ലാം. നബിയെ, പക്ഷേ എനിക്ക് ഇസ്ലാമായതിൻ്റെ ശേഷം ഇനി കാഫിറായി പോകുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. ഞാനിപ്പോൾ മുസ്ലിമാണ്, എനിക്ക് മുസ്ലിം ആകാനുള്ള ഭാഗ്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇനി രണ്ടാമത് ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് എനിക്ക് പേടിയുണ്ട് നബിയേ. സാബിത്ത് ഇബ്നു ഖൈസിന്റെ ഭാര്യ ജമീല എന്ന് പറയുന്ന സഹോദരി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു. റസൂലുള്ളാഹിക്ക് കാര്യം മനസ്സിലായി. സാബിത്ത് ഇബ്നു ഖൈസിന്റെ ജീവിതത്തിൽ, സ്വഭാവത്തിൽ, മതപരമായ ധാർമ്മിക വിഷയത്തിൽ ഒരു തകരാറുമില്ല. ഉണ്ടെങ്കിൽ ആ പെണ്ണ് അത് പറയും. കാരണം ഇല്ലാത്ത കുറ്റം പറയാൻ നടക്കുന്നവരായിരിക്കും പെണ്ണുങ്ങൾ അധികവും. എന്നാൽ ഒരു കുറ്റവും ഇല്ല എന്ന് പറയുമ്പോൾ സാബിത്ത് ഇബ്നു ഖൈസ് എത്ര വലിയ നല്ല മനുഷ്യനായിരിക്കും. പക്ഷെ ശാരീരിക പ്രകൃതിയിൽ ആ സ്ത്രീക്ക് അദ്ദേഹവുമായി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, അത്തറുദ്ദീന അലൈഹി ഹദീഖതഹു, നിനക്ക് അദ്ദേഹം മഹറായി നൽകിയിരുന്ന ഒരു തോട്ടമുണ്ടല്ലോ, ആ തോട്ടം തിരിച്ചു കൊടുത്തുകൊണ്ട് നിന്റെ സ്വന്തം ശരീരത്തെ നീ ഈ ബന്ധത്തിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കാൻ തയ്യാറാണോ? മഹർ കൊടുത്തത് ഒരു തോട്ടമായിരുന്നു. ആ തോട്ടം തിരിച്ചു കൊടുത്തുകൊണ്ട് ഖുല് എന്ന് പറയും, ത്വലാഖ് അല്ല. സാബിത്ത് റളിയല്ലാഹു അൻഹു ത്വലാഖ് ചെല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ സ്ത്രീക്ക് ത്വലാഖ് ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. അതിന് ചില നിബന്ധനകളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനയാണ് ഭർത്താവ് നൽകിയിട്ടുള്ള മഹർ തിരിച്ചു കൊടുക്കണം. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, അത്തറുദ്ദീന അലൈഹി ഹദീഖതഹു, നിനക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്ന തോട്ടം ഹദീഖ നീ തിരിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? കാലത്തിനാണ്, എനിക്കത് തിരിച്ചു കൊടുക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. ഞാൻ അദ്ദേഹത്തെ കൈയൊഴിയുന്നത് എൻ്റെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ്.
ഞാൻ അദ്ദേഹവുമായി മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ കണ്ണുകൾ സുരക്ഷിതമാവുകയില്ല, എൻ്റെ രഹസ്യ അവയവങ്ങളെ എനിക്ക് സൂക്ഷിക്കാൻ കഴിയുകയില്ല, എൻ്റെ മനസ്സ് മറ്റുള്ള പുരുഷന്മാരിലേക്ക് ഓടിപ്പോകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും, എൻ്റെ ഭർത്താവിന് മാന്യമായി അനുസരണ കാണിക്കാൻ, വഴിപ്പെടാൻ എനിക്ക് സാധിക്കാതെ വരും. അതിനെക്കുറിച്ചാണ് ആ പെണ്ണ് പറയുന്നത്, വലാകിന്നി അക്റഹുൽ കുഫ്റ ഫിൽ ഇസ്ലാം, ഞാൻ ഇസ്ലാം ആയതിൻ്റെ ശേഷം കാഫിറായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. എന്താണ് ഇവിടുത്തെ കാഫിറാകുക എന്ന് പറഞ്ഞത്? സ്വന്തം ഭർത്താവിന് അനുസരണ കാണിക്കുന്ന വിഷയത്തിൽ എനിക്ക് 100% വിജയിക്കാൻ കഴിയില്ല. കാരണം ആ ഭർത്താവുമായി എനിക്ക് മാനസികമായി ഇണങ്ങാൻ കഴിയില്ല. ശാരീരികമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇണങ്ങാൻ കഴിയാതെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ ചിലത് എനിക്ക് അനുസരിക്കാൻ കഴിയൂല. സ്വാഭാവികല്ലേ? ഭർത്താവായിരിക്കെ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കെ, അദ്ദേഹത്തിൻ്റെ കൽപ്പനകളിൽ ഏതെങ്കിലും ഒന്നിനോട് ഞാൻ അനുസരണക്കേട് കാണിച്ചാൽ അതിന് ഞാൻ പറയുന്ന പേര് കുഫ്ർ എന്നാണ്, മതപരിത്യാഗം എന്നാണ്. വിഗ്രഹാരാധന പോലെ, ബഹുദൈവാരാധന പോലെ എൻ്റെ ഭർത്താവിന് ഞാൻ അനുസരിക്കാതിരിക്കുമ്പോൾ വലാകിന്നി അക്റഹുൽ കുഫ്റ ഫിൽ ഇസ്ലാം, നബിയെ ഞാൻ കുഫറിനെ ഭയപ്പെടുന്നു, അതുകൊണ്ട് എനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് ഒരു മോചനം തരണം. മാന്യമായ ആവശ്യവുമായി ആ പെണ്ണ് വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചത്, അത്തറുദ്ദീന അലൈഹി ഹദീഖതഹു, നീ അദ്ദേഹത്തിൻ്റെ തോട്ടം തിരിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ കൊടുക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാബിത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇഖ്ബലിൽ ഹദീഖത വതല്ലിഖ്ഹാ തത്ലീഖാ, അവൾ നിനക്ക് നൽകി, നിങ്ങൾ അവൾക്ക് നൽകിയിരുന്ന തോട്ടം അവൾ തിരിച്ചു നൽകും, ആ തോട്ടം നിങ്ങൾ തിരിച്ചു വാങ്ങണം. എന്നിട്ട് തുതല്ലിഖുഹാ തത്ലീഖാ, അവളെ ഒരു ത്വലാഖ് ചൊല്ലി പിരിച്ചുവിടണം. നിങ്ങൾ നോക്കി, 3 തലാഖും ചെല്ലാം, കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് ആജീവനാന്ത വേർപാടാണ്. ഇനി രണ്ടാമത് ആ പുരുഷനുമായി ആ സ്ത്രീ ബന്ധപ്പെടും എന്ന് തോന്നുന്നില്ല. അപ്പം ആജീവനാന്ത വേർപാട് ആകുമ്പോൾ 3 തലാഖും ചെല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ പോലും 3 തലാഖിൻ്റെ ആവശ്യമില്ലല്ലോ, വേർപാടുണ്ടാകാൻ 1 തലാഖ് മതിയല്ലോ. കാരുണ്യത്തോടു കൂടി പ്രവാചകൻ പറഞ്ഞു, ത്വല്ലിഖാ തത്ലീഖാ, 1 തലാഖ് ചൊല്ലി നീ ആ ഭാര്യയെ പിരിച്ചുവിടണം. ഞാൻ ഈ ഹദീസ് ഉദ്ധരിച്ചത്, ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസ് ഉദ്ധരിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ പെണ്ണ് പറഞ്ഞില്ലേ, എൻ്റെ ഭർത്താവിന് 100% അനുസരണ കാണിക്കാൻ എനിക്ക് സാധിക്കാതെ വന്നേക്കാം. അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ സംഭവിക്കുന്നത് ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ്. എന്തിനാണ് ഈ ദുരന്തം വിളിച്ചു വരുത്തിയത്? വിവേകമുള്ള ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകാനുള്ള വഴിയിലൂടെ വാഹനം ഓടിച്ചു പോകുമോ? അതായിരുന്നു നമ്മുടെ ചർച്ചാ വിഷയം. വിവേകമുള്ള ഒരു മനുഷ്യൻ അപകട സാധ്യത ഏറെയുള്ള വിവാഹം എന്ന് പറയുന്ന ഒരു ജീവിത മേഖല തിരഞ്ഞെടുക്കുമോ? തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് ഹദീസുകളിൽ, പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് സൂക്തങ്ങളിൽ ഇങ്ങനെ കാണാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ള, ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ്, ഉരീതുന്നാർ ഫഇദാ അക്സറു അഹ്ലിഹൻ നിസാ, എനിക്ക് നരകം കാണിക്കപ്പെട്ടു. നരകം കാണിക്കപ്പെട്ടപ്പോൾ ആ നരകത്തിൽ ഏറ്റവും ഭൂരിപക്ഷം കൂടുതലുള്ളത് സ്ത്രീകളാകുന്നു. യക്ഫുർന, അവർ കാഫിറായി പോകുന്നു. കണ്ടോ, ഈ പെണ്ണ് പറഞ്ഞതും അത് തന്നെ. വലാകിന്നി അക്റഹുൽ കുഫ്റ ഫിൽ ഇസ്ലാം, അത് മുസ്ലിമീങ്ങളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മനസ്സിൽ കോറിയിടപ്പെട്ടതാണ്. ഭർത്താവിന് അനുസരിക്കാത്ത പെണ്ണ് കാഫിർ എന്ന പ്രയോഗം, അത് യഥാർത്ഥത്തിൽ ക്രൈസ്തവൻ, ജൂതൻ, ഹൈന്ദവൻ എന്ന് പറയുന്നത് പോലെയുള്ള കാഫിർ അല്ല. ഇപ്പോൾ കാഫിർ എന്ന പേരിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ട്. അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ആ അർത്ഥത്തിലുള്ള കാഫിർ അല്ല ഇത്, മറിച്ച് വൻദോഷിയാണ്. മദ്യപാനിയെപ്പോലെ, വ്യഭിചാരിയെപ്പോലെ, കൊലയാളിയെപ്പോലെയുള്ള വൻദോഷങ്ങളെ കുറിച്ച് ചിലപ്പോൾ ഇസ്ലാമിൽ കാഫിർ എന്ന പ്രയോഗം നടത്തും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യക്ഫുർന, അവർ കാഫിരിങ്ങളായി പോകുന്നു. അപ്പൊ പെണ്ണുങ്ങൾക്ക് പേടിയായി. യക്ഫുർന ബില്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, യക്ഫുർനൽ അശീറ വ യക്ഫുർനൽ ഇഹ്സാൻ, മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്ർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഭർത്താവിന് അനുസരണക്കേട് കാണിക്കുന്ന കുഫ്ർ ആകുന്നു.
ഭർത്താവിന് 100% അനുസരണ കാണിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. യക്ഫുർനൽ ഇഹ്സാൻ, ഭർത്താവിനോട് നന്ദി കേടി കാണിക്കുന്ന കുഫ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹ്റ സുമ്മ ഇദാ റഅത് മിൻക ഷൈഅൻ ഖാലത് മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അത്. നീ ജീവിതകാലത്തിലുടനീളം അവൾക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാവിധ സുഖവും സംവിധാനവും ചെയ്തു കൊടുത്ത് ഒരു ദിവസം നിന്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും ഒരു മൈനസ് നെഗറ്റീവ് അവൾ കണ്ടാൽ അവൾ വിളിച്ചു പറയും, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിങ്ങളിൽ ഇക്കാലം വരെ എനിക്ക് ഒരു ഖൈറും കിട്ടിയിട്ടില്ല. അപ്പോൾ സ്ത്രീ ഭർത്താവിന് അനുസരണക്കേട് കാണിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവൾ നരകത്തിൽ ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ പ്രക്രിയയെക്കുറിച്ച് കുഫ്ർ എന്ന പദം പോലും പ്രവാചകൻ പ്രയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു വിവേകമുള്ളവൻ പിന്നെ എങ്ങനെയാണ് വിവാഹത്തിന് മുതിരുക? ഇത്രയും അപകട സാധ്യതയുള്ള ഒരു വിഷയത്തിലേക്ക് മനുഷ്യൻ സ്വന്തം ശരീരത്തെ എങ്ങനെയാണ് എടുത്തു എറിയുക? ഇമാം ബുഖാരിയും മുസ്ലിമും തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി ഫഅബത്, ഒരു പുരുഷൻ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ കിടപ്പറയിലേക്ക് തന്റെ വിരിപ്പിലേക്ക് വിളിക്കുകയും ഫബാത ഖൽബാന അലൈഹാ, അവൾ വന്നില്ല, അവൾ വരാത്ത പശ്ചാത്തലത്തിൽ അവൻ അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് കടന്നുറങ്ങിപ്പോവുകയും ചെയ്താൽ ലഅനത്തുഹൽ മലായികതു ഹത്താ തുസ്ബിഹാ, നേരം വെളുക്കുന്നത് വരെ മലക്കുകൾ ആ സ്ത്രീയെ ലാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. മലക്കുകളാണ് ലാനത്ത് ചെയ്യുന്നത്. ലാനത്തുല്ലാഹി അലൈഹാ, ലാനത്തില്ല, അള്ളാഹുവിന്റെ ശാപം നിനക്കുണ്ടാവട്ടെ, അള്ളാഹു നിന്നെ ശപിക്കട്ടെ. അവൾ കിടന്നുറങ്ങുകയാണ്. കടന്നുറങ്ങുന്ന ഒരു പെണ്ണിന് നേരം വെളുക്കുന്നത് വരെ അള്ളാഹുവിന്റെ മലക്കുകൾ, പരിശുദ്ധന്മാരായ മലക്കുകൾ അവൾക്കെതിരിൽ കേടായി പ്രാർത്ഥിക്കുകയാണ്. അവൾ നേരം വെളുക്കുന്നത് വരെ. ഇത്ര വലിയ അപകട സാധ്യതയാണ് ഇത്. ഒരു സ്ത്രീ എന്തെങ്കിലുമൊക്കെ കാരണവശാൽ ചിലപ്പോൾ ഭർത്താവ് വിളിച്ചപ്പോൾ വരാൻ വിസമ്മതിച്ചുകൊണ്ട് തിരിഞ്ഞു കടന്നേക്കാം, ഉണ്ടാവാറുള്ളതാണ്. ഈ തിരിഞ്ഞുകിടക്കൽ കാരണമായി ഭർത്താവിൻ്റെ അവകാശം, ന്യായമായ അവകാശത്തെയാണ് അവൾ ക്യാൻസൽ ചെയ്യുന്നത്. സ്വന്തം പിതാവിന് ഇല്ലാത്ത അവകാശം, സ്വന്തം മാതാവിന് പോലും ഇല്ലാത്ത അവകാശം ഒരു പെണ്ണിൽ നിന്ന് അല്ലാഹു തൻ്റെ ഭർത്താവിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിതാവിന് അവളുടെ മേലിൽ ഇല്ലാത്ത അവകാശം, മാതാവിന് അവളുടെ മേലിൽ ഇല്ലാത്ത അവകാശം ഭർത്താവിനുമുണ്ട്. മാതാവും പിതാവും വരെ ഒരു വേള ഭർത്താവ് കഴിഞ്ഞിട്ടാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, വിവാഹിതയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മാതാപിതാക്കളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ മാതാപിതാക്കളുടെ ഗ്രേഡ് നമ്പർ 2 ആണ്. അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവ് ആണ് 1ാം ഗ്രേഡിൽ ഉള്ളത്. ഭർത്താവിൻ്റെ പെർമിഷൻ ഇല്ലെങ്കിൽ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ വീട്ടിലേക്ക് പോകാൻ പോലുമുള്ള സമ്മതം അവൾക്ക് ഇല്ല. മറ്റു കുടുംബ സന്ദർശനത്തിനുള്ള അനുമതി അവൾക്ക് ഇല്ല. അന്യായമായി ഭർത്താവ് സമ്മതം നിഷേധിക്കാൻ പാടില്ല. അത് മറ്റൊരു വിഷയം. എൻ്റെ ഉപ്പാൻ്റെ അടുക്കൽ ഞാനൊന്ന് പോയി വരട്ടെ, ഉപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ അത് ന്യായമായ ഒരു ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് സമ്മതം കൊടുക്കേണ്ടതുണ്ട്. സമ്മതം കൊടുക്കാതെ കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി ബോധപൂർവം ഭർത്താവ് ശ്രമം നടത്തിയാൽ ഭാര്യ ഉത്തരവാദിയല്ല. ഭാര്യ പിതാവിൻ്റെ വീട്ടിലേക്ക് പോവേണ്ടതില്ല. കാരണം ഭർത്താവ് ബ്ലോക്ക് ചെയ്തു. ഭർത്താവ് ബ്ലോക്ക് ചെയ്യാനുള്ള അവകാശം അവനുണ്ട്, അത് അവനുള്ള അവകാശമാണ്. പക്ഷേ അവകാശം ഉപയോഗപ്പെടുത്തലും ദുരുപയോഗപ്പെടുത്തലും അവൻ്റെ കാര്യമാണ്. ഉപയോഗപ്പെടുത്തുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ദുരുപയോഗപ്പെടുത്തിയാൽ ഈ ഭാര്യ തൻ്റെ പിതാവുമായിട്ടുള്ള കുടുംബബന്ധം മുറിച്ചതിൻ്റെ 100% ഉത്തരവാദിത്വം ആ ഭർത്താവിനാണ്, ഭാര്യയ്ക്ക് ഇല്ല. ഭാര്യയ്ക്ക് പടച്ചവനോട് പറയാം, പടച്ചവനെ, ഞാൻ എൻ്റെ പിതാവുമായി കുടുംബം ചേർക്കാൻ ഉദ്ദേശിച്ചിരുന്നു, എൻ്റെ ഭർത്താവ് എന്നെ തടഞ്ഞു, ഭർത്താവിന് അനുസരിക്കൽ എനിക്ക് നിർബന്ധമാണല്ലോ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ഭാഗം ക്ലിയർ ആയി. പക്ഷേ ഭർത്താവ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരവാദിയാണ്.
ഞാൻ ചുരുക്കി പറയുന്നത്, ഇത്രയും വളരെ വലിയ മലക്കുകൾ പോലും ലാനത്ത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന വിധത്തിൽ വളരെ വലിയ അപകടകരമായ ഒരു വഴിയിലൂടെയാണ് വിവാഹം കഴിഞ്ഞിട്ടുള്ള ഭാര്യയും ഭർത്താവും കൂടി മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും, ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിന് വിവേകമുള്ള മനുഷ്യന്മാർ തയ്യാറാകുമോ? തയ്യാറാവുകയില്ല. എന്നാൽ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇസ്ലാം വിവാഹത്തിന് പ്രോത്സാഹനം നൽകിയത്? ഇസ്ലാം വിവാഹത്തെ അനുകൂലമായിട്ട് നിന്നത്, വിവാഹത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എന്തുകൊണ്ട് ഉണ്ടായി? അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് പോലും പരിചയപ്പെടുത്തിയ സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ. സൂറത്തുർ റഅദിൽ അല്ലാഹു പറഞ്ഞു, നബിയെ, നിങ്ങളെ മുമ്പേ ഞാൻ ഒരുപാട് പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ അവർക്ക് ഇനി ഭാര്യമാരും സന്താനങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞ സ്ഥലങ്ങളിൽ അവർക്ക് ഭാര്യമാരുണ്ടായിരുന്നു, സന്താനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകം അടയാളപ്പെടുത്തിയത് എന്തിനാണ്? വെറും ഒരു കഥ പറയലല്ലോ. അത് പറഞ്ഞിട്ടുള്ളത് അത് നല്ല ചര്യയാണ്, അത് നിങ്ങൾ പകർത്തേണ്ടതാണ്, നിങ്ങൾ മാതൃകയാക്കേണ്ടതാണ്. തൻ്റെ ഭാര്യയിൽ സന്താനങ്ങളില്ല എന്ന് കണ്ടപ്പോൾ, പ്രായം വളരെ അങ്ങേയറ്റം എത്തിയിട്ടും എനിക്കൊരു കുട്ടിയില്ല എന്ന അവസ്ഥ വന്നപ്പോൾ സക്കരിയ അലൈഹിസ്സലാം സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പരിശുദ്ധ ഖുർആനിലുണ്ട്. റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. പടച്ചവനെ, നീ എന്നെ ഒറ്റക്കാക്കി പോകരുത്, ഞാൻ മരിക്കലോടുകൂടി എൻ്റേത് മുഴുവൻ കഴിഞ്ഞു എന്നൊരു അവസ്ഥ നീ എനിക്ക് ഉണ്ടാക്കരുത്, എനിക്ക് സന്താനങ്ങൾ തരണം, എനിക്ക് പ്രായം ഒരുപാട് കൂടിയിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു കോൺടാക്സ്റ്റും ഉണ്ട്. സൂറത്ത് ആലു ഇമ്രാനിൽ മറിയം അലൈഹിസ്സലാമിന്റെ പരിചരണം സക്കരിയ നബി അലൈഹിസ്സലാമിനായിരുന്നു. നിങ്ങൾക്ക് അത് അറിയാം. സക്കരിയ നബി അലൈഹിസ്സലാം മറിയമ്മിന്റെ ആരാധനാ കേന്ദ്രത്തിലേക്ക് വരും. മറിയം പള്ളിയുടെ മിഹ്റാബിൽ നിസ്കരിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയം സക്കരിയ നബി അലൈഹിസ്സലാം അടുത്തടുത്ത് കയറി വരും. അപ്പം അവിടെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സമയത്ത് ഫലവർഗ്ഗങ്ങൾ കാണുന്നു. ചിലപ്പോൾ ആപ്പിൾ ഉണ്ടാകാൻ പാടില്ലാത്ത സമയത്ത് ആപ്പിളുണ്ട്, ഓറഞ്ച് ഉണ്ടാകാൻ പാടില്ലാത്ത സമയത്ത് ഓറഞ്ചും ഉണ്ട്. അത് കണ്ടപ്പോൾ സക്കരിയ നബി ചോദിച്ചു, കാലയാ മറിയമു അന്നാലക്കി ഹാദ, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഈ സമയത്ത് എങ്ങനെ കിട്ടി എന്ന് മറിയമ്മിനോട് ചോദിക്കുമ്പോൾ മറിയം അലൈഹിസ്സലാം പറയുന്നു, ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, അത് എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അത്ഭുതമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഹുവ മിൻ ഇൻദില്ലാഹ്, എൻ്റെ കഴിവ് എന്നല്ല പറഞ്ഞത്. ഇവിടെ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ട്, അള്ള കൊടുത്ത കഴിവേ, നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ ഇപ്പോൾ ഇതിലെ, അള്ള കഴിവാണ് കൊടുത്തു വെച്ചതാ. ആർക്ക്? മൗലിയാർക്ക്, തങ്ങക്ക്, ഔലിയക്ക്. അള്ള കൊടുത്ത കഴിവുകൊണ്ട് ഇപ്പോൾ പടച്ചോനെ തന്നെ ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ ഓരോ ആഴ്ചയിലും ഇതൊക്കെ തന്നെ പറയേണ്ട ഒരു ഗതിയാണ് നമുക്ക് വരുന്നത്. അള്ള കൊടുത്ത കൈകൊണ്ട് മൂപ്പര് പടച്ചോനായി. യഥാർത്ഥ പടച്ചോനല്ല, യഥാർത്ഥ പടച്ചോനുണ്ട്. യഥാർത്ഥ പടച്ചവൻ ഇയാൾക്ക് പടച്ചോനാകാനുള്ള കഴിവ് കൊടുത്തു. അപ്പം അതുകൊണ്ട് മൂപ്പരെ പറ്റി ഇനി പടച്ചോൻ എന്ന് തന്നെ പറയുന്നതിന് ഒരു കുഴപ്പവുമില്ല. എന്നിടത്തേക്ക് നമ്മുടെ നാട്ടിലെ പടുവിഡ്ഢികളായ ആളുകൾ എത്തിപ്പെട്ട് കഴിഞ്ഞു. അവരുടെ ക്ലിപ്പുകളൊക്കെ പരന്നൊഴുകുകയാണ്. മടവൂരാണോ പടച്ചോനാണോ എന്ന് ചോദിക്കുന്ന പച്ച മലയാളത്തിലുള്ള സംഗീതം കലർന്നിട്ടുള്ള ക്ലിപ്പുകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. മറിയം പറഞ്ഞു, ഇത് എൻ്റെ കൈവാന്നല്ല പറഞ്ഞത്, ഇത് ഞാൻ ഉണ്ടാക്കിയതെന്നല്ല പറഞ്ഞത്. ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്. സാധാരണ പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ പറയത്. ഇശാ നിസ്കരിക്കുമ്പോൾ ഞാൻ എന്താ പറയാ? ഞാൻ നിസ്കരിച്ചു, ഉസല്ലി എന്നല്ല പറയാ. ഇശാ നിസ്കരിക്കുമ്പോൾ നമ്മളെന്താ നിയ്യത്ത് ചെയ്യാ? നമ്മളെ മനസ്സിലെന്താണ്? ഉസല്ലി ഫർളൽ ഇശ, ഞാൻ നിസ്കരിക്കുന്നു. അള്ളാഹ് നിസ്കരിച്ചെന്നവരെ വെള്ളം കുടിക്കുമ്പോൾ, ചായ കുടിക്കുമ്പോൾ, ചായ ഞാൻ കുടിച്ചു, അല്ല അള്ളാഹ് ചായ കുടിച്ചു എന്ന് പറയും എല്ലാവരും? ഇല്ല. സാധാരണ പണികളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അതിനുള്ള കഴിവ് സ്വാഭാവികമായും സാധാരണ മനുഷ്യർക്ക് ഉള്ളതാണ്. അത് പറയുന്നതിന് കുഴപ്പമില്ല, അങ്ങനെ തന്നെ പറയണം. ഞാൻ നിസ്കരിച്ചു എന്ന് പറയുന്നിടത്ത് ഞാൻ നിസ്കരിച്ചു എന്ന് തന്നെ പറയണം. കാരണം നിങ്ങളോടാണ് അള്ളാഹ് നിസ്കരിക്കാൻ പറഞ്ഞത്, വേറെ അയലക്കത്തെ വീട്ടിലെ ആളോടല്ല. അപ്പം ഞാൻ തന്നെ നിസ്കരിച്ചു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് നിസ്കരിക്കണം. എന്നാൽ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ, കറാമത്തിൻ്റെയും മുഅ്ജിസത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ഞാൻ 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 എന്ന് പറയാൻ പാടില്ല.
അത് ഞാനല്ല, അത് എൻ്റേതല്ല, അതിനുള്ള കഴിവും എനിക്കില്ല, അത് അള്ളാഹുവിൻ്റെത് മാത്രമാണ്. അള്ളാഹു അല്ലാത്ത ഒരുത്തൻ്റെയും ഖുദ്റത്ത്, കഴിവ്, ശക്തി അതുമായി ബന്ധപ്പെടുന്നേ ഇല്ല. അതുകൊണ്ട് മറിയം അലൈഹിസ്സലാം പറഞ്ഞു, ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ്. അത് കേട്ടപ്പോൾ സക്കരിയ നബിക്ക് ചിന്തയിൽ വന്നതെന്താ നരങ്ങൾ, ആ സമയത്ത് ഇത്തരത്തിലുള്ള പഴങ്ങൾ കാരക്ക ലഭിക്കാത്ത സമയത്ത് കാരക്ക ലഭിക്കാമെങ്കിൽ നാരങ്ങയും അതുപോലെ ആപ്പിളും ലഭിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത സമയത്ത് ഈ ഭൂമിയിൽ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇത്തരം വസ്തുക്കൾ ലഭ്യമാക്കി കൊടുക്കൽ പോസിബിൾ ആണെങ്കിൽ പ്രായം അങ്ങേയറ്റത്ത് എത്തിയിട്ടുള്ള എനിക്ക് എന്തുകൊണ്ട് ഒരു സന്താനം ഉണ്ടായിക്കൂടാ? സക്കരിയ നബിയുടെ ചിന്തയിൽ വരികയാണ്. ഫനാദത്തുൽ മലായിക, അപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം അവിടുന്ന് പ്രാർത്ഥിക്കുന്നു, റബ്ബി ഹബ്ലി മില്ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. ആ രംഗം കാണുമ്പോൾ സക്കരിയ നബി പ്രാർത്ഥിക്കുന്നത്, ഈ സമയത്ത് ആപ്പിൾ കൊടുക്കാൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ 85-90 വയസ്സായ കിളവനായ എനിക്ക് ഒരു കുട്ടിയെ തരാൻ എന്തുകൊണ്ട് അള്ളാഹുവിന് കഴിയില്ല? ഉടനെയാണ് ആ പ്രാർത്ഥന വരുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകി. സൂറത്ത് മറിയം നമുക്ക് പിന്നീട് പറയാം. സൂറത്ത് മറിയമിൽ മറിയം അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നതിന്റെ മുമ്പ് സക്കരിയ നബിയുടെ കഥയാണ് അള്ളാഹ് പറയുന്നത്. മറിയമ്മിന്റെ കഥ എന്താ? ഭർത്താവ് ഇല്ലാതെ കുട്ടി ഉണ്ടായി. ഭർത്താവ് ഇല്ലാതെ കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മനുഷ്യന് പ്രയാസമാണ്. ആ പ്രയാസം പതുക്കെ പതുക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി അള്ളാഹു സ്റ്റെപ്പായിട്ട് പറയാം. ആദ്യം സക്കരിയ നബിയുടെ കഥ പറഞ്ഞു. എന്താ കഥ? 85-90 വയസ്സായ മനുഷ്യന് കുട്ടി ഉണ്ടാവോ? അദ്ദേഹത്തിന്റെ ഭാര്യയും കിളവിയാണ്. ഒരു 50 വയസ്സ് കഴിഞ്ഞ പെണ്ണിന് ഗർഭമുണ്ടാവോ? നമ്മുടെ നാട്ടിൽ 60, 70, 80, 90 വയസ്സായ ഒരു പെണ്ണിനും ഗർഭമുണ്ടാവുകയില്ല. ഭർത്താവ് ഇല്ലാതെയും ഒരു പെണ്ണിന് ഗർഭമുണ്ടാവുകയില്ല. ഇംപോസിബിലിറ്റിയുടെ വിഷയത്തിൽ രണ്ടും ഏകദേശം തുല്യമാണ്. 100% തുല്യമല്ലെങ്കിലും ഏകദേശം അസംഭവ്യതയുടെ വിഷയത്തിൽ രണ്ടും തുല്യമാണ്. എന്നാൽ രണ്ടാമത്തത് കുറച്ച് കൂടുതൽ പ്രയാസമാണ്. ഭർത്താവ് തീരെ ഇല്ലാത്ത ഒരു പെണ്ണ് പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഖുറാഫാത്താണ് എന്ന് പലപ്പോഴും തോന്നിപ്പോകും. ആ ധാരണ നീക്കാൻ വേണ്ടി ആ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിന്റെ തുടക്കത്തിൽ കാണാം, സക്കരിയ നബി അലൈഹിസ്സലാം വളരെ പ്രായമുള്ള സമയം തൻ്റെ ഭാര്യയെ കുറിച്ച് സക്കരിയ നബി പറയുന്നുണ്ട്. വംറഅത്തി ആഖിർ. ആഖിർ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലൊക്കെ മച്ചിപ്പെണ്ണ് എന്ന് പറയില്ലേ, അങ്ങേയറ്റം പ്രായം ചെന്ന ഒരിക്കലും പ്രസവിക്കാത്ത ഒരു പെണ്ണിന് എങ്ങനെ പടച്ചോനെ കുട്ടികളുണ്ടാവുക എന്ന് അത്ഭുതത്തോടു കൂടി സക്കരിയ നബി ചോദിച്ചിട്ടുണ്ട്. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് സ്ലിപ്പായി പോയി. അപ്പൊ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ വൈവാഹിക ജീവിതം നടത്തിയിട്ടുണ്ട്, അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സന്താനങ്ങളില്ലാതെ വന്നപ്പോൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സന്താനങ്ങളെ സമ്പാദിച്ച ചരിത്രം വരെ പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപകടകരമായ വൈവാഹിക ജീവിതം എന്തിനാണ് അമ്പിയാക്കന്മാർ പോലും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നത്? വൈവാഹിക ജീവിതം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങളുണ്ട്. വളവും തിരിവും കുണ്ടും കുഴിയുമുള്ള ഈ വഴിയിലൂടെ നമ്മൾ പോകുന്നത് ഇതിന്റെ അങ്ങേ തലക്കൽ നമുക്ക് വമ്പിച്ച ഒരു സ്വർണത്തിന്റെ നിധി ലഭിക്കാനുണ്ട്. ആ നിധി എന്ന് പറയുന്ന വലിയ നേട്ടത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ചില സാഹസികതയൊക്കെ ആകാവുന്നതാണ്. കുഴിയിൽ വീഴാതെ സൂക്ഷിക്കണം, വളവിൽ അപകടത്തിൽപ്പെടാതെ സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പതുക്കെ പതുക്കെ പോയിട്ട് ആ സ്വർണത്തിന്റെ നിധി നമുക്ക് എടുക്കാൻ കഴിയണം എന്നതാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ലക്ഷ്യങ്ങൾ ഞാൻ പറയാം. അപകടകരമായിരുന്നിട്ട് പോലും വിവാഹത്തിലേക്ക് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മനുഷ്യന്റെ പിന്തുടർച്ച തന്നെയാണ്. റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. എനിക്ക് പിന്തുടർച്ചക്കാർ വേണം. ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറായി. സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചോനെ, ഞാൻ ഒരുപാട് നല്ല കർമ്മങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്.
ഞാൻ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് അസ്ഥിവാരമിട്ടിട്ടുണ്ട്, ഈ പള്ളിയിൽ ഞാൻ ഒരുപാട് ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഒരുപാട് അടയാളങ്ങൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മരിച്ചു പോകലോടുകൂടി, സെക്രട്ടറിയായ എൻ്റെ മരണത്തോടുകൂടി ഈ പള്ളിയുടെ സജീവത നരച്ചു പോകാൻ പാടില്ല, ഈ നാട്ടിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നരച്ചു പോകാൻ പാടില്ല, ഈ നാട്ടിലെ നല്ല കാര്യങ്ങൾ മുഴുവനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അത് ഒരാൾക്ക് ഉണ്ടാകേണ്ട വികാരമാണ്. ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ, എനിക്ക് അനന്തരാവകാശികളില്ലാതായി പോയാൽ എൻ്റെ കർമ്മങ്ങൾ മുഴുവനും പിന്തുടർച്ചയില്ലാതെ നൈരന്തര്യമില്ലാതെ വഴിയിൽ മുട്ടിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പേടിയാണ്. അപ്പൊ ഞാനായിട്ട് മരിച്ചാൽ എന്താ പിന്നെ എനിക്ക് പേടിക്കേണ്ടത്? എനിക്ക് എൻ്റെ മരണത്തോടുകൂടി എൻ്റെ സ്വർഗമായില്ലേ എന്നല്ല ചിന്തിക്കേണ്ടത്. എൻ്റെ സ്വർഗം അല്ല ഒരു മുസ്ലിമിൻ്റെ ലക്ഷ്യം, സ്വർഗത്തിലെ ഉന്നത സ്ഥാനമാണ്. ഒരു മുസ്ലിമിൻ്റെ യഥാർത്ഥ ലക്ഷ്യം കേവലം സ്വർഗം എന്നതല്ല. ഒരു മുസ്ലിമിൻ്റെ ലക്ഷ്യം സ്വർഗത്തിൽ പടികൾ കയറി പോവലാണ്. സ്റ്റോപ്പ് ആകാൻ പാടില്ല. വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊലാ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പോലും അല്ലാഹു പറഞ്ഞു, നബിയെ നിങ്ങൾ സ്വർഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഉയരങ്ങൾ പോവുകയാണ്. നിങ്ങൾ ഇപ്പോൾ സ്വർഗത്തിൽ എവിടെയാണ്? ആ പോയിന്റിലല്ല നിങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അതും കഴിഞ്ഞിട്ട് പിന്നെയും ഉയരങ്ങളിലേക്ക് പോവുകയാണ്. വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊലാ. നിങ്ങളുടെ വരാനിരിക്കുന്ന സമയം കഴിഞ്ഞു പോയ സമയത്തേക്കാൾ നിങ്ങൾക്ക് എത്രയോ ഉന്നതമാണ് നബിയെ. കാരണം എന്താണ്? വരാനിരിക്കുന്ന ഓരോ സമയത്തും ഈ സമുദായത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ നല്ല കാര്യങ്ങളുടെ ഒക്കെ അതിൻ്റെയൊക്കെ കണക്കിൽ നിന്ന്, അതിൻ്റെയൊക്കെ പ്രതിഫലത്തിൽ നിന്ന് ഒരു വിഹിതം അതിൻ്റെ ഒന്നാമത്തെ കാരണക്കാരനായ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊലാ. അപ്പോൾ ഒരു മുസ്ലിമിന്റെ ലക്ഷ്യം, ഞാൻ കുറെ നിസ്കരിച്ചു, ഞാൻ കുറെ നോമ്പെടുത്തു, എനിക്ക് അക്കൗണ്ടിലേക്ക് ആയിട്ടുണ്ട്, ഞാൻ സ്വർഗത്തിലായിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ വേക്കിൽ ആരും വന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് ചിന്തിക്കാനല്ല ഒരു മുസ്ലിമിനെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മരിച്ചാലും ജീവിക്കേണ്ടവനായി നിങ്ങൾ ആത്മാഭിമാനവും അതുപോലെ അടിയുറപ്പുമുള്ള ദീർഘദൃഷ്ടിയുമുള്ളവരായിട്ട് മാറണം. മരിച്ചാലും മരിക്കാൻ പാടില്ല. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതൻ. ഒരിക്കലും അവരെ മരിച്ചവരായിട്ട് നിങ്ങൾ ഭാവിക്കരുത്. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചിലർ ഇവരല്ലാത്തവർ പറയുന്നത് പോലെയുള്ള ജീവനല്ല ഞാൻ പറയുന്നത്. അവരുടെ ഓർമ്മകൾ ഇവിടെ ബാക്കിയുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളുടെ അലയൊലികൾ ഇവിടെ ബാക്കിയുണ്ട്, നൈരന്തര്യമുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു കമ്പ്യൂട്ടറുകൾ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ആ ഓൺ ചെയ്ത ഓപ്പറേറ്റർ മരിച്ചുപോയി. കമ്പ്യൂട്ടറിൽ നല്ല ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു, ലാപ്ടോപ്പിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഒരാൾ ഓൺ ചെയ്തു വെച്ചതാണ്. അത് ഓൺ ചെയ്യലും അവൻ മരിക്കലും കഴിഞ്ഞു. അവൻ മരിച്ചാലും ആ ഖുർആൻ ഇവിടെ ഓതപ്പെടുന്നു. നിങ്ങൾ വെള്ളത്തിലേക്ക് ഒരു കല്ല് എടുത്തെറിഞ്ഞു നോക്കൂ, പുഴയിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞു നോക്കൂ. ആ കല്ല് എറിഞ്ഞവൻ മരിക്കലും കഴിഞ്ഞു. എന്നാൽ അവൻ മരിച്ചു കഴിഞ്ഞാലും ആ കല്ല് ആ വെള്ളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അലയൊലി ഉണ്ടല്ലോ, ആ അലയൊലി അവസാനിക്കുന്നില്ല. എന്നതുപോലെയാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം. അവൻ ഒറ്റയാനല്ല, അവൻ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. അവന്റെ അനന്തരക്കാർ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. അതുകൊണ്ട് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു മുസ്ലിമിന് നൽകിയിട്ടുള്ള പ്രത്യേകം ഒരു ഔദാര്യമാണ് അത്. ഇത് നമുക്ക് സാധാരണ ഇതില്ല. നമ്മുടെ കടയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ എപ്പോഴാണ് ശമ്പളം കൊടുക്കുക? നമ്മുടെ കടയിൽ ജോലി ചെയ്യുന്നവന് നമ്മൾ ശമ്പളം കൊടുക്കുന്നത് ജോലിക്ക് വരുന്ന ദിവസങ്ങളിലാണ്. രാവിലെ 8 മുതൽ വൈകുന്നേരം 8 വരെ അവൻ ജോലി ചെയ്യും, അതിൻ്റെ ശമ്പളം അവന് കൊടുക്കും. 8 മണി മുതൽ 9 മണി വരെയുള്ള ഡ്യൂട്ടിക്ക് വേറെ ആളാണ് വരുന്നത്, അതിൻ്റെ കാശ് രണ്ടാമത്താക്ക കൊടുക്കുന്നത്. ഒന്നാമത് വന്നു പോയ ആൾക്ക് അതിലൊന്നുമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ വിതരണം അങ്ങനെയല്ല. അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇമാം മുസ്ലിം അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അവൻ്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമായി. നമുക്കറിയാലോ, ഉറപ്പല്ലേ? ഞാൻ മരിച്ച എൻ്റെ കൈയും കാലും മരിച്ചു,
എൻ്റെ തല മരിച്ചു, എൻ്റെ തലച്ചോറ് മരിച്ചു, എൻ്റെ ഹൃദയം മരിച്ചു, എൻ്റെ കാലുകൾ മരിച്ചു, എൻ്റെ ഉടൽ മരിച്ചു, ഞാൻ മുഴുവനും മരിച്ചു. പിന്നെ എനിക്കൊരു കർമ്മവും ചെയ്യാൻ കഴിയില്ല. കർമ്മം ചെയ്യാത്ത എനിക്ക് എന്തിൻ്റെ പേരിലാണ് പിന്നെ പ്രതിഫലം ഞാൻ അർഹിക്കുന്നില്ല. എന്നാൽ ഒരു മുസ്ലിമിനെ അള്ളാഹു ആദരിക്കുന്നത് നിങ്ങൾ നോക്കൂ, ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങളിൽ ഒഴികെ. ആ 3 കാര്യങ്ങളിൽ അവൻ്റെ കർമ്മങ്ങൾ ഇവിടെ ഉണ്ട്. അത് അവൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള കർമ്മമല്ല, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കർമ്മമാണ്. നേർക്ക് നേരെയുള്ള കർമ്മമല്ല, നേർക്ക് നേരെയുള്ള കർമ്മങ്ങൾ അവനില്ല. നേർക്ക് നേരെയുള്ള ഒരു കർമ്മം ഒരു മനുഷ്യന് അവൻ്റേത് മാത്രമേ ഉള്ളൂ. നേർക്ക് നേരെ എനിക്ക് എൻ്റെ കർമ്മമേ ഉള്ളൂ, വേറെ ഒരാളെ കർമ്മവും എനിക്ക് കിട്ടുകയില്ല. എന്നാൽ ഇൻഡയറക്റ്റ് ആയിക്കൊണ്ട്, അലയൊലികളായിക്കൊണ്ട്, പ്രതിഫലനങ്ങളായിക്കൊണ്ട്, പ്രകമ്പനങ്ങളായിക്കൊണ്ട് ഞാനുണ്ടാക്കിയ ഒച്ചപ്പാടിൻ്റെ പ്രകമ്പനങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ എഴുതിയ അക്ഷരങ്ങൾ ഇന്നും ജീവനോടെ തുടിച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ എഴുതിയ ലേഖനം ഇവിടെ വായിക്കപ്പെടുന്നുണ്ട്. എൻ്റെ ഗ്രന്ഥം ഇവിടെ വായിക്കപ്പെടുന്നുണ്ട്. എൻ്റെ പള്ളിയിൽ നിസ്കരിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയ വീട്ടിൽ ഇപ്പോഴും വിശ്വാസികൾ താമസിക്കുന്നുണ്ട്. എൻ്റെ പ്രവൃത്തിയുടെ പ്രകമ്പനങ്ങളാണ്, എൻ്റെ പ്രവൃത്തിയുടെ അലയൊലികളാണ്. അത് എൻ്റെ മരണശേഷവും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കേണ്ട എൻ്റെ അവകാശമായി അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നു. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. അതിൽ ഒന്ന് സ്വദഖത്തിൻ ജാരിയ, ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുക്കുന്ന വഖഫ് ആണ്. സ്വദഖത്തിൻ ജാരിയ എന്നൊക്കെ പറയുമ്പോൾ കുറേ പറയണം. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ പറയുന്നില്ല. ഒറ്റൊന്ന് മാത്രം പറയുന്നു. സ്വദഖത്തിൻ ജാരിയ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മനസ്സിലാക്കൽ, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ ജീവനുള്ള വാപ്പക്ക് ഇതൊന്നും കൊടുക്കാനുള്ള തോന്നൽ വന്നിട്ടില്ല. സ്വന്തം മക്കൾക്ക് പോലും കൊടുത്തിട്ടില്ല. അനന്തരം എടുത്തോട്ടെ, ഇൻഷാ അല്ലാഹ് പിന്നെ പറയും ഞാനതൊക്കെ. അനന്തരം എടുത്തോട്ടെ എന്ന് കരുതിയിട്ട് 90 വയസ്സായ വാപ്പ 10 ഏക്കർ ഭൂമി ഇവിടെ ഇട്ടേച്ചു പോയി. ജീവനുള്ള സമയത്ത് ആ 10 ഏക്കറേന്ന് ഒരു 9 ഏക്കറ മക്കൾക്ക് കൊടുക്കാമായിരുന്നു. യതീംഖാനക്ക് കൊടുക്കണ്ട, സ്വന്തം മക്കൾക്ക് കൊടുക്കാമായിരുന്നു. ധർമ്മമായിട്ട് ധർമ്മം ചെയ്ത കൂലി ആ വാപ്പക്ക് കിട്ടും. സ്വന്തം ചോരയിൽപ്പെട്ടവർക്ക് ധർമ്മം ചെയ്തപ്പോൾ തോന കൂലി കിട്ടും. ആ ബുദ്ധി വാപ്പക്ക് ഉണ്ടായില്ല. 10 ഏക്കറല്ലേ, അത് ഞാൻ മരിച്ചാൽ ഏതായാലും എൻ്റെ കുട്ടിയൊക്കെ എന്നല്ലേ എന്ന് കരുതിപ്പോയി. ധർമ്മത്തിൻ്റെ കൂലി ആ വാപ്പക്ക് ലഭിച്ചില്ല. വാപ്പ മരിച്ചപ്പോൾ മക്കൾക്ക് തോന്നുകയാണ്, ഏതായാലും വാപ്പൻ്റെ 10 ഏക്കർ ഭൂമിയില്ലേ, നമ്മൾ കുറച്ചെടുത്തിട്ട് അങ്ങോട്ട് സദഖ ചെയ്താലോ. അങ്ങനെ അതിനൊരു 10 സെൻറ്റ് ഭൂമി സ്വദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞിട്ട്, അതല്ല യഥാർത്ഥത്തിൽ സ്വദഖത്തുൻ ജാരിയ. അതിനെ സ്വദഖത്തുൻ ജാരിയയിൽ പെടുത്താൻ പറ്റുമോ എന്നുള്ളത്, അതിൻ്റെ കൂലി വാപ്പക്ക് കിട്ടും, അത് വേറെ കാര്യം. വാപ്പക്ക് വേണ്ടി മക്കൾ സ്വദഖ ചെയ്താൽ കൂലി വാപ്പക്ക് കിട്ടും, അതല്ല എൻ്റെ വിഷയം. സ്വദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞത് എന്താണ്? അത് മനുഷ്യൻ ജീവിച്ചിരിപ്പുള്ള സമയം, എനിക്ക് 10 ഏക്കർ ഭൂമിയില്ലേ, അത് ദാനം ചെയ്യാനും കൂടിയുള്ളതല്ലേ? ദാനം ചെയ്യാനും കൂടിയുള്ളതാണല്ലോ. തിന്നാൻ വേണ്ടി മാത്രമുള്ളതല്ലല്ലോ, അല്ലെങ്കിൽ കെട്ടിപ്പൂട്ടി വെക്കാൻ വേണ്ടി മാത്രമുള്ളതല്ലല്ലോ. അത് ദാനം ചെയ്യാൻ വേണ്ടി കൂടിയുള്ളതാണ്. ആർക്ക് ദാനം ചെയ്യാം? സ്വന്തം മക്കൾക്ക് ദാനം ചെയ്യാം, അയൽവാസികൾക്ക് ദാനം ചെയ്യാം, പള്ളിക്ക് ദാനം ചെയ്യാം, യതീം കുട്ടികൾക്ക് ദാനം ചെയ്യാം, പല കാര്യങ്ങൾക്കും ദാനം ചെയ്യാം. അങ്ങനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവൻ 1 ഏക്കർ ഭൂമി ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സ്വദഖത്തുൻ ജാരിയ. അതും വഖഫ് ആയിട്ട് ചെയ്യണം. വഖഫ് അല്ലാത്ത ദാനവും വഖഫ് ആയ ദാനവും ഉണ്ട്, രണ്ടും രണ്ടാണ്. വഖഫ് അല്ലാത്ത ദാനത്തിന് സ്വദഖ എന്നാണ് പറയുക. വഖഫാണോ സ്വദഖത്തുൻ ജാരിയ എന്നാണ് പറയുക. കാരണം അത് നിലച്ചു പോവുകയില്ല. വഖഫ് അല്ലാത്ത സാധാരണ ദാനങ്ങളൊക്കെ നിലച്ചു പോകാം. ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ചെറിയൊരു സൂചന പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വലിയ സമ്പത്തുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ അതിൽ നിന്ന് സ്വദഖ ചെയ്യാൻ ശ്രമിക്കണം. തൻ്റെ മക്കൾക്ക് തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. മക്കൾക്ക് കൊടുക്കുമ്പോഴൊക്കെ ഒരുപാട് മര്യാദകളുണ്ട്, ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. തുല്യമായിട്ട് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ. തുല്യമായിട്ട് ഒരു കുട്ടിക്ക് ഒരു മിഠായി കൊടുക്കുകയാണെങ്കിൽ മറ്റേ കുട്ടിക്കും അതേ മിഠായി കൊടുക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ മിഠായി കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. രണ്ടാമത്തത് ഇൽമിൻ യുന്തഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്. മൂന്നാമത്തെ കാര്യം ഔ വലദിൻ സ്വാലിഹിൻ യദഊ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുസ്ലിമായ സന്താനം. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്നാണ് അർത്ഥം.
മുസ്ലിം ആയാൽ തന്നെ അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് വാപ്പയിലേക്ക് വരും. സ്വാലിഹും കൂടിയാണെങ്കിൽ പറയേണ്ടതില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മെമ്പർഷിപ്പ് ഉള്ള ഒരു മുസ്ലിമാണോ, അവൻ്റെ ആ പുണ്യത്തിൽ നിന്ന് ഒരു വിഹിതം തൻ്റെ പിതാവിന് ഉള്ളതാണ്. വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. പ്രാർത്ഥിക്കണമെന്ന് നിബന്ധനയില്ല. പ്രാർത്ഥിച്ചാൽ ഏതായിരുന്നാലുമുണ്ട്, പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലുമുണ്ട്. കാരണം പ്രാർത്ഥനയുടെ ഫലമല്ല അത്. വാപ്പക്ക് കിട്ടുന്നത് പ്രാർത്ഥനയുടെ ഫലമല്ല, പിന്നെ തൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. മകൻ വാപ്പയുടെ അധ്വാന ഫലമാണ്. വാപ്പയും ഉമ്മയും അധ്വാനിച്ചതിൻ്റെ ഫലമാണ് മകൻ. അതുകൊണ്ട് മകൻ എന്ന നിലയിൽ തന്നെ വാപ്പയുടെയും ഉമ്മയുടെയും അക്കൗണ്ടിലേക്ക് വരും. പ്രാർത്ഥിക്കുക കൂടി ചെയ്താൽ അക്കൗണ്ടിലേക്ക് വേറെയും വരും. പ്രാർത്ഥിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രാർത്ഥിക്കാത്ത മക്കൾ പോലും നിസ്കരിക്കുന്ന മകനാണ്, ആ നിസ്കാരം ബാപ്പക്ക് കൂടിയുള്ളതാണ്, ദ്വാരക്കണമെന്നില്ല. നോമ്പെടുക്കുന്ന മക്കളാണ്, ആ നോമ്പ് വാപ്പക്ക് കൂടിയുള്ളതാണ്. അണ്ട നിങ്ങൾ അപ്പൊ ബാപ്പയുടെ നോമ്പ് മുറിയുന്നില്ല. കഴിഞ്ഞ റമദാനിൽ ബാപ്പയുണ്ടായിരുന്നു, ഈ റമദാനിൽ ബാപ്പയില്ല. നോമ്പെടുക്കുന്ന മക്കൾ ആ ബാപ്പക്കുണ്ട്, എന്നാൽ ഈ റമദാനിലും ആ ബാപ്പക്ക് നോമ്പുണ്ട്. ഖബറിൽ കിടക്കുന്ന ബാപ്പക്ക് നിസ്കാരമുണ്ട്, കാരണം മക്കൾ നിസ്കരിക്കുന്നു. ഉണ്ടോ? അപ്പോൾ സ്വർഗത്ത് പോവുക എന്നുള്ളതല്ല, സ്വർഗത്തിൽ പോയാലും വീണ്ടും വീണ്ടും കോവണിപ്പടികൾ ചവിട്ടിക്കയറാൻ ഒരു മനുഷ്യന് അവസരം ഒരുക്കി കൊടുക്കുകയാണ് വൈവാഹിക ജീവിതത്തിലൂടെ വിശുദ്ധ ഇസ്ലാം. 3 കാര്യമല്ലേ നമ്മൾ പറഞ്ഞത്? സ്വതക്കത്തിൻ ജാരിയ, ഇൽമിൻ യുൻതഫഉ ബിഹി, വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. ഈ 3 കാര്യവും കൂടി മകനിൽ ഒരുമിച്ച് കൂടിക്കൂടെ? മകനിൽ ഒരുമിച്ചുകൂടാ. 3 കാര്യവും മകനിൽ ഒരുമിച്ചുകൂടാ. മകനായാൽ 3മായി. സ്വതക്കത്തും ജാരിയയായാൽ അതില്ല. മക്കളില്ലാത്ത ഒരാൾ, അയാൾക്ക് മക്കളേ ഇല്ല, അയാൾ 1 ഏക്കർ ഭൂമി സ്വതക്കത്തും ജാരിയ ചെയ്തു, അയാൾക്ക് 1 ഉള്ളൂ, മക്കളിലുള്ളതില്ല. അയാൾ വിവരമില്ലാത്ത ആളായതുകൊണ്ട് രണ്ടാമത്തതും ഇല്ല, 1 മാത്രം. എന്നാൽ സ്വാലിഹായ ഒരു മകനുണ്ട്. ആ മകനെ ഖുർആൻ പഠിപ്പിച്ചു, പ്രവാചക ചര്യ പഠിപ്പിച്ചു, ഇസ്ലാമിന്റെ ആദർശം പഠിപ്പിച്ചു. ആ മകനെ സമ്പത്തുള്ളവനായിരുന്നു. അങ്ങനെ ആ മകൻ ജീവിച്ചിരിക്കുമ്പോൾ ബാപ്പക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യും. ആ മകൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് നാട്ടുകാർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും. ആ മകൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇസ്ലാമിക പ്രഭാഷണങ്ങൾ നടത്തും. ആ മകൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് സജീവമാകും, പുസ്തകങ്ങൾ എഴുതും. ആ മകൻ മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യും. അപ്പം 3 കാര്യവും ഒരാളിൽ ഒരുമിച്ച് കൂടാം. അപ്പോൾ ഒരു സന്താനമുണ്ടായാൽ ആ സന്താനത്തെ പണ്ഡിതനാക്കുക, ആ സന്താനത്തിന് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള അവസരങ്ങൾ കൊടുക്കുക, ആ സന്താനത്തെ നിസ്കാരവും നോമ്പും ഖുർആൻ പാരായണവും നടത്തുന്ന സ്വാലിഹായ മനുഷ്യനാക്കി വളർത്താൻ ശ്രമിക്കുക. എങ്കിൽ ഈ 3 കാര്യവും ഈ മകനിലൂടെ, സന്താനത്തിലൂടെ ഒരു മനുഷ്യന്, ഒരു പിതാവിന്, ഒരു മാതാവിന് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സുവർണാവസരമാണ്. അതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതം എത്രയും വലിയ അപകടങ്ങൾ നിറഞ്ഞതാണെങ്കിലും അതിൽ ഇത്രയും വലിയ ലാഭം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ചുരുക്കി പറയാം. രണ്ടാമത്തെ ഒരു കാര്യം, വൈവാഹിക ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ കാര്യം മനുഷ്യൻ്റെ ചാരിത്രശുദ്ധിയാണ്. മനുഷ്യൻ്റെ രഹസ്യ അവയവങ്ങളും അവൻ്റെ കണ്ണുകളും അവൻ്റെ ഹൃദയവും പരിശുദ്ധമായി നിലനിൽക്കണമെങ്കിൽ അവന് ഒരു ഇണ കൂടിയേ തീരൂ. ഭൗതിക ലോകത്ത് മാത്രമല്ല, സ്വർഗത്തിൽ പോലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഖുൽ ഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും ലില്ലദീന ആമനു ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വഅസ്വാജും മുതഹ്ഹറ വറിദ്വാനും മിനല്ലാഹ്. ഇത് സൂറത്തു ആലു ഇംറാനില്ല. അതിൻ്റെ തൊട്ട് മുന്നേയുള്ള ആയത്തിൽ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു, സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്ത് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഭൗതിക ലോകത്ത് മാത്രമല്ല, സ്വർഗത്തിൽ പോലും ആസ്വാദനത്തിന് വേണ്ടി, മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന സംതൃപ്തിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്ന വിഷയങ്ങളിൽ ഒന്നാണ് വഅസ്വാജും മുതഹ്ഹറ.
പരിശുദ്ധിയുള്ള സംശുദ്ധകളായിട്ടുള്ള ഇണകൾ അവർക്ക് സ്വർഗത്തിലുണ്ട്. അപ്പം ഈ ഭൗതിക ലോകത്ത് മാത്രമല്ല, മനുഷ്യൻ്റെ ഹൃദയത്തിന് അടക്കവും സമാധാനവും സംതൃപ്തിയും പൂർണ്ണമായി ലഭിക്കാൻ ഇണ അത്യാവശ്യമാണ്. ഇണ ഇല്ലാത്ത സാഹചര്യത്തിൽ മനുഷ്യൻ്റെ കണ്ണുകൾ, മനുഷ്യൻ്റെ ഹൃദയം, മനുഷ്യൻ്റെ ശരീരം മറ്റ് പലയിടങ്ങളിലേക്കും ചാടിപ്പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. അത് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ വൈവാഹിക ജീവിതം കൂടിയേ തീരും. കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. മറ്റൊന്ന്, വൈവാഹിക ജീവിതത്തിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മനുഷ്യൻ്റെ സംസ്കാരം, മനുഷ്യൻ്റെ ആത്മസംസ്കരണം, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ്. കാരണം പരിശോധനക്കും പരീക്ഷണത്തിനും വിധേയമാക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ആ പരിശോധനയിൽ വിജയിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യൻ്റെ പ്രത്യേകത തന്നെ. ആ പരിശോധനയുടെ ഭാഗമായിക്കൊണ്ട് അവൻ്റെ ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിൻ്റെ ഓരോ വിഷയത്തിലും പരിശോധനകൾ നടക്കുന്നു. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഈ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുള്ളത് പരിശോധനയ്ക്ക് വേണ്ടിയാണ്. ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ എന്ന് നോക്കാൻ വേണ്ടി. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു പറഞ്ഞു, ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും അള്ളാഹു പടച്ചിട്ടുള്ളത് നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ പരിശോധനയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. വജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്നതൻ അതസ്ബിറൂൻ വകാന റബ്ബുക ബസീറാ. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞു, വജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്ന. നിങ്ങളിൽ ചിലർക്ക് ഫിത്നയാണ്. വാപ്പ മക്കൾക്ക് ഫിത്നയാണ്, മക്കൾ വാപ്പക്കും ഉമ്മക്കും ഫിത്നയാണ്, ഭാര്യ ഭർത്താവിന് ഫിത്നയാണ്, ഭർത്താവ് ഭാര്യയ്ക്ക് ഫിത്നയാണ്, മുതലാളി തൊഴിലാളിക്ക് ഫിത്നയാണ്, തൊഴിലാളി മുതലാളിക്ക് ഫിത്നയാണ്, സംഘടനാ നേതാക്കൾ അനുയായികൾക്ക് ഫിത്നയാണ്, അനുയായികൾ സംഘടനാ നേതാക്കൾക്ക് ഫിത്നയാണ്, എല്ലാം ഫിത്നയാണ്. വജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്നതൻ. നിങ്ങളിൽ ചിലർക്ക് ഞാൻ ഫിത്നയാക്കി വെച്ചിട്ടുണ്ട്. എന്തിന്? അതസ്ബിറൂൻ, നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ദുസ്വഭാവങ്ങൾക്ക് മുമ്പിൽ ഭർത്താവിൻ്റെ നിലപാട് എന്താണ്? ഭർത്താവിന് ക്ഷമയുണ്ടോ? സന്താനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മര്യാദക്കേട് കാരണമായി ഉമ്മയെയും പിതാവിനെയും പരീക്ഷിക്കുന്നു. അവർക്ക് ക്ഷമയുണ്ടോ? അവർ മക്കളെ ദീൻ പഠിപ്പിക്കുന്നുണ്ടോ? അതസ്ബിറൂൻ. ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ചീത്ത പെരുമാറ്റത്തിൻ്റെ മുമ്പിൽ ഭാര്യ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയാണോ? ത്വലാഖ് ചോദിക്കുകയാണോ? പരിശോധിക്കുന്നു. അതസ്ബിറൂൻ, നിങ്ങൾക്ക് ക്ഷമയുണ്ടോ? എന്നിട്ട് അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട്, വകാന റബ്ബുക ബസീറാ. വകാന റബ്ബുക ബസീറാ. നമ്മൾ വാപ്പനെ അനുസരിക്കുമ്പോൾ വാപ്പ അറിയുന്നില്ല. വാപ്പ പറഞ്ഞൊരു സംഗതി ഞാൻ അനുസരിക്കുകയാണ്, വാപ്പ ഇവിടെ ഇല്ല, വാപ്പ വീട്ടിൽ നിന്ന് പോയി. വീട്ടിൽ നിന്ന് പോയതിൻ്റെ ശേഷം വാപ്പ പറഞ്ഞേൽപ്പിച്ച ഒരു സംഗതി ഞാൻ അനുസരിക്കുന്നു, വാപ്പക്ക് അത് അറിയുന്നില്ല. ഭർത്താവ് വീട്ടിൽ നിന്ന് പോയപ്പോൾ ഭർത്താവ് പറഞ്ഞേൽപ്പിച്ച ഒരു സംഗതി ഭാര്യ പ്രവർത്തിക്കുന്നു, ഭർത്താവ് അത് അറിയുന്നില്ല. അപ്പം ഈ ഭർത്താവിന് ഭാര്യനെ കുറിച്ച് വല്ല എസ്റ്റിമേഷൻ ഉണ്ടാവോ? ഞാൻ പറഞ്ഞു ഇപ്പം എൻ്റെ പെണ്ണുങ്ങൾ കേട്ടണോ ഇല്ലേ, ഞാൻ ഓളോട് പോരേന്ന് പോലും ഒരു പണി പറഞ്ഞിട്ടാണ് പോകുന്നത്, ഓള് പോയി ചെയ്തണോ ഇല്ലേ, അറിയാനുള്ള ശേഷി എനിക്കില്ല. ഞാൻ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളെ മനസ്സിലുള്ളത് കാണുന്ന ആളല്ല. വിവരമില്ലാത്തവർ കെട്ടിക്കൂട്ടി ഉണ്ടാക്കി പറയുന്നത് പോലെ മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല ഉപകാരങ്ങളും ചെയ്യും, പക്ഷെ അത് മനുഷ്യന്മാർക്ക് അറിയില്ല. എൻ്റെ മകൻ എനിക്ക് ചെയ്യുന്ന ഉപകാരം ഞാൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല. എൻ്റെ അയൽവാസിക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഉപകാരം അയൽവാസി അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അയൽവാസിക്ക് എന്നോട് നന്ദി കാണിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എൻ്റെ അയൽവാസിക്ക് ഞാൻ ഒരുപാട് ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്, പക്ഷെ മൂപ്പരത് അറിയില്ല.
മൂപ്പര് അതറിയില്ല. മൂപ്പര ഡ്രൈനേജ് ഞാൻ വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. മൂപ്പര ബാത്റൂമിൽ നിന്ന് വരുന്ന വൃത്തികെട്ട വെള്ളം ഞാൻ വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്കൊരു നന്ദിയും ലഭിക്കുകയില്ല. എന്നാൽ ഭാര്യയ്ക്ക് അനുസരിക്കണമെന്ന് ഭർത്താവിനോട് അള്ള പറഞ്ഞു. മാതാപിതാക്കൾക്ക് അനുസരിക്കണമെന്ന് മക്കളോട് അള്ള പറഞ്ഞു. അള്ള പറഞ്ഞതിന് വേണ്ടി നിങ്ങൾ അനുസരിക്കുന്നു. വകാന റബ്ബുക ബസീറാ, നിങ്ങളുടെ കൂലി നഷ്ടപ്പെടുകയില്ല. ഭർത്താവ് കണ്ടിട്ടില്ലെങ്കിലും അള്ള കാണുന്നുണ്ട്. ഉമ്മ കണ്ടിട്ടില്ലെങ്കിലും കാണുന്നവനാണ് അള്ളാഹു. എല്ലാം കാണുന്നവൻ. ഇവിടെ എല്ലാം കാണുന്ന വേറെയും കുറേ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അള്ള കൊടുത്ത കൈ കൊണ്ടല്ലേ? അള്ള കൊടുത്ത കൈവ് കൊണ്ട് മൂപ്പരി എല്ലാം എവിടുന്ന് ആര് എപ്പോ എങ്ങനെ വിളിച്ചാലും കാണുമെന്ന് പറയുന്ന മുശ്രിക്കിന്റെ വിശ്വാസമുള്ളവരെ അള്ള നിങ്ങളോട് പറയുന്നു, ഇല്ല, കാണില്ല. എല്ലാം കാണുന്നവൻ അള്ള മാത്രമാണ്. വകാന റബ്ബുക ബസീറാ, നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും അത് നഷ്ടപ്പെട്ടു പോകില്ല. കാരണം നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. മടവൂർ CM-ന് വേണ്ടിയല്ല, മൊയ്തീൻ ഷെയ്ഖിന് വേണ്ടിയല്ല, ബദരീങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ ചെയ്യുന്നത് ഭാര്യയുടെ വിഷയത്തിലാണെങ്കിലും ഭർത്താവിൻ്റെ വിഷയത്തിലാണെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടിയാ ചെയ്യുന്നത്. അള്ളാഹ് ആരാണ്? വകാന റബ്ബുക ബസീറാ. അതുകൊണ്ട് ധൈര്യത്തിൽ ഭർത്താവ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ടതില്ല, ഭാര്യ ഉണ്ടോ ഇല്ലേ നോക്കേണ്ടതില്ല, ഭാര്യ കിടന്നുറങ്ങുകയാണോ അല്ലേ നോക്കേണ്ടതില്ല, ഭർത്താവ് ജോലിക്ക് പോയതാണോ വിദേശത്ത് പോയതാണോ എന്ന് നോക്കേണ്ട ആവശ്യം നിനക്കില്ല. നീ നല്ല നിലക്ക് പ്രവർത്തിച്ചാൽ വകാന റബ്ബുക ബസീറാ, നീ തോന്നിവാസം ചെയ്താൽ വകാന റബ്ബുക ബസീറാ. പരിശോധിക്കാൻ വേണ്ടിയാണ്. വേറൊരു സൂക്തത്തിൽ അല്ലാഹ് പറഞ്ഞു, വകദാലിക ഫതന്ന ബഅലഹും ബിബഅലിൻ ലിയഖൂലു അഹഉലാഇ മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ. അവരിൽ ചിലർക്ക് ചിലരെ ഞാൻ ഫിത്തനയാക്കി വെച്ചു. എന്തിനു വേണ്ടിയാ ഫിത്തനയാക്കി വെച്ചത്? അവർ പറയാൻ വേണ്ടി, അഹഉലാഇ മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ, ഓൽക്കാണോ പടച്ചോൻ ഇത്ര വലിയ സ്ഥാനം കൊടുത്തത്? പെണ്ണുങ്ങൾക്കുണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു വർത്താനം. ആണുങ്ങൾക്ക് എല്ലാ സുഖവും ഉണ്ട്, ആണുങ്ങൾക്ക് എല്ലാ സൗകര്യവുമുണ്ട്. അവരെ അള്ളാഹു മേലെയാക്കി വെച്ചിട്ടുണ്ട്. അതാക്കി വെച്ചത് തന്നെയാണ്, അത് ആക്കി വെച്ചത് തന്നെയാണ്. വലിർരിജാലി അലൈഹിന്ന ദറജ, അള്ളാഹ് പറഞ്ഞതല്ലേ. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ഒരു ഡിഗ്രി കൂടുതലുണ്ട്. ഒരു ഡിഗ്രി, രണ്ടില്ല. പുരുഷന് സ്ത്രീയേക്കാൾ ഒരു ഡിഗ്രി കൂടുതലുണ്ട്. വലിർരിജാലി അലൈഹിന്ന ദറജ, അത് അംഗീകരിക്കാൻ മനസ്സ് പാകപ്പെടണം. അല്ലാതെ ഞങ്ങൾ കുറെ പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ആണുങ്ങളെയാണോ കയറ്റി വെച്ചത് എന്ന് അവർ പരസ്പരം ചോദിച്ചുകൊണ്ട് ഫിത്തനയിൽ അകപ്പെടാൻ വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്നു, അലൈസല്ലാഹു ബിഅഅലമ ബിശാകിരീൻ, നന്ദിയുള്ളവരെ കുറിച്ച് അല്ലാഹുവിന് അറിയില്ലേ? എൻ്റെ ഭർത്താവിന് അധികാരം കൊടുത്തത് അള്ളാഹുവാണ്. എൻ്റെ ഭർത്താവിന് എന്നെക്കാൾ ഒരു ഡിഗ്രി ഉയർച്ച നൽകിയത് അള്ളാഹുവാണ്. അതിന് ഞാൻ നന്ദിയുള്ളവളാണ്. ആ നന്ദി എനിക്ക് ഉണ്ടായാൽ അത് അള്ളാഹു കാണും. അലൈസല്ലാഹു ബിഅഅലമ ബിശാകിരീൻ. നേരത്തെ സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹ് പറഞ്ഞതുപോലെ വകാന റബ്ബുക ബസീറ. കണ്ടോ, അള്ളാഹ് കാണുന്നുണ്ട് എന്നതുപോലെ ഇവിടെ പറയുന്നു അലൈസല്ലാഹു ബിഅഅലമ ബിശാകിരീൻ. നന്ദിയുള്ളവരെ അള്ളാഹ് കാണും. നിങ്ങൾ നന്നായിട്ട് നന്ദി ചെയ്തോളി. നിങ്ങൾ ചെയ്യുന്ന ഒരു നന്ദിയും തന്നെ പാഴായി പോകുകയില്ല. അള്ളാഹ് കാണുന്നുണ്ട്. ബദരീങ്ങൾ കാണുകയില്ല, മടവൂർ CM കാണുകയില്ല, ഔലിയാക്കന്മാർ കാണുകയില്ല. അള്ളാഹു കാണുന്നുണ്ട്. നിങ്ങൾ മടവൂരിനല്ല പ്രവർത്തിക്കുന്നത്, ഔലിയാക്കന്മാർക്കല്ല പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനും വഴിപ്പെടുന്നത്, അനുസരിക്കുന്നത്, അള്ളാഹുവിൻ്റെ നിയമത്തിന് മുമ്പിൽ കീഴ്പ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടിയാ. അവനൊക്കെ കാണുന്നവനാണ്, അവനൊക്കെ അറിയുന്നവനാണ്. അവൻ നന്ദി ചെയ്യുന്നവന് തിരിച്ച് പ്രതിഫലം നൽകുന്നവനാണ് എന്ന വിചാരം നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇത്തരം കുഫറിൻ്റെ ചോദ്യങ്ങൾ വരികയില്ല. ചില പരീക്ഷണങ്ങൾ ഗൗരവം നിറഞ്ഞതാണ്. ചില പരീക്ഷണങ്ങൾ ഈമാൻ തെറ്റിപ്പോകുന്ന പരീക്ഷണങ്ങളാണ്.
കേവലം ഒരു ദോഷം ചെയ്തു എന്നതല്ല. ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണം, വൈവാഹിക ജീവിതത്തിലുള്ള ഒരു നിയമമാണ്, ഒരു നിയമം പിന്നീട് സമയം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം. ബഹുഭാര്യത്വം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി അംഗീകരിച്ചിട്ടുള്ള, പ്രഖ്യാപിച്ചിട്ടുള്ള, പഠിപ്പിച്ചിട്ടുള്ള, ഈ സമുദായത്തിലെ ഒന്നാം തലമുറയിലെ പ്രഗത്ഭരായ ആളുകൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഇസ്ലാമിക അധ്യാപനമാണ് ബഹുഭാര്യത്വം. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്, അള്ളാഹുവിൻ്റെ ശർഅാണ്, ശരീഅത്ത് നിയമമാണ്. നിങ്ങൾക്ക് താല്പര്യവും താല്പര്യമില്ലായ്മയും അള്ളാഹുവിൻ്റെ താല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് വേണം. നിങ്ങളുടെ ഭർത്താവ് രണ്ടാമതൊരു വിവാഹം ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതും, നിങ്ങൾ ഭർത്താവിന് അനുസരണക്കേട് കാണിക്കുന്നതിൽ അലംഭാവം കാണിക്കുന്നതും അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരിലുള്ള നിങ്ങളുടെ പ്രതിഷേധമായി രൂപപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ സൂറത്തുൽ നിസാഇന്റെ 59-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറഞ്ഞു, ഫലാ വറബ്ബിക്, അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ടല്ല പറയാം, നബിയെ നിങ്ങളെ റബ്ബിനെ തന്നെ സത്യം ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവുകയില്ല, അവർ കാഫിരീങ്ങളാണ്, അവർ ഇസ്ലാമിൻ്റെ പുറത്താണ്. എത്ര വരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ശരീഅത്ത് നിയമങ്ങൾ ജായിസിനെ ജായിസായി, സുന്നത്തിനെ സുന്നത്തായി, വാജിബിനെ വാജിബായി, ഹറാമിനെ ഹറാമായി അവർ വിശാല മനസ്സോടുകൂടി ഉൾക്കൊള്ളാത്ത കാലത്തോളം അവർ കാഫിരീങ്ങളാണ്. അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടുള്ള നിയമമാണ്. നമ്മളതിൽ കൈയിടാൻ പാടില്ല. ഒരു പക്ഷേ നമുക്ക് ഇഷ്ടമില്ല എന്ന് വച്ചാൽ പോലും ആ ഇഷ്ടമില്ലായ്മയെ നമ്മളൊരു വിഷയമായി പരിഗണിക്കാതെ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം തെരഞ്ഞെടുക്കാത്ത പക്ഷം ഈ പരീക്ഷണത്തിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ഈമാൻ നഷ്ടപ്പെട്ടു പോവുക എന്നതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. വൈവാഹിക ജീവിതത്തിലെ ഞാൻ പറഞ്ഞിട്ടുള്ള അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാഭമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ സംസ്കരിക്കുവാനുള്ള, മനുഷ്യൻ്റെ ആത്മശുദ്ധീകരണത്തിനുള്ള അവസരമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് കൂടി ജീവിക്കുമ്പോൾ, ഭാര്യമാരും ഭർത്താക്കന്മാരും അവരുടെ സന്താനങ്ങളും കൂടി ഒരു കുടുംബത്തിൽ ഒരുമിച്ച് കൂടി ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, ഒരുപാട് അസ്വാരസ്യങ്ങളുണ്ടാകും. അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ പലതിനെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്ന് തോന്നിപ്പോകുന്നതുണ്ടാകും. അനുസരണ കാണിക്കാൻ പറ്റാത്ത പ്രയാസങ്ങളുള്ള വിഷയങ്ങളുണ്ടാകും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സ് പാകപ്പെടുത്തി നമ്മൾ ദേഷ്യം എത്ര പിടിച്ചാലും കടിച്ച് പിടിച്ചുകൊണ്ട് ഒതുക്കി നിർത്തിക്കൊണ്ട് മനസ്സിനെ സംസ്കരിക്കുക, അതിനുള്ളൊരു പരീക്ഷണ ആലയമാണ് ഇത്. ഭാര്യമാരും ഭർത്താക്കന്മാരും ചിലപ്പോൾ പിണങ്ങുമ്പോൾ പെട്ടെന്ന് പിണക്കം നന്നാക്കൽ നിർബന്ധമാണ്. പക്ഷെ നന്നാക്കാൻ സാധിക്കാറുണ്ടോ? ഞാനും നിങ്ങളും ഓരോരുത്തരും ചിന്തിക്കുക. നമ്മളൊക്കെ പലപ്പോഴും ഭാര്യമാരുമായിട്ട് പിണങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യമാർ നമ്മളോട് പിണങ്ങുമ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു മുട്ടുസൂചിൻ്റെ വിഷയത്തിൽ പിണക്കമുണ്ടാകും. ചെറിയ നിസ്സാര പ്രശ്നത്തിൽ ഉപ്പ് കൂടിയതിൻ്റെ പേരിൽ, പഞ്ചസാര കുറഞ്ഞതിൻ്റെ പേരിൽ ഒരു പ്രശ്നം അങ്ങോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, അതുവരെ നല്ല കളിയും ചിരിയുമായിരുന്നു. ഒരു കല്ല് ഉപ്പിൻ്റെ പേരിൽ ആ ഒരൊറ്റ സ്പോട്ടിൽ അവരുടെ ചിരി അസ്തമിച്ചു, അവരുടെ സന്തോഷം അവിടുന്ന് അപ്രത്യക്ഷമായി. ഞാൻ ചോദിക്കട്ടെ, ആ മനപ്രയാസം എത്ര സമയം തുടരും? ആ മനപ്രയാസം മിനിറ്റുകളാണോ തുടരുന്നത്? അല്ല. രണ്ടാമത് ഭാര്യയോട് ഒന്ന് ചിരിക്കാൻ നമുക്ക് സമയം എത്ര എടുക്കും? മണിക്കൂറുകളാണോ? അല്ല, ചിലപ്പോൾ ദിവസങ്ങളെടുക്കും. ഭാര്യയ്ക്ക് നമ്മോട് ഒന്ന് ചിരിക്കാൻ, മര്യാദക്ക് മുഖപ്രസന്നതയോടുകൂടി ഒന്ന് സംസാരിക്കാൻ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വാതിൽപ്പടി വരെ ഒന്ന് വന്നുകൊണ്ട് ഒരു നോട്ടം തരാൻ നമ്മുടെ ഭാര്യമാർ എത്ര സമയം പിടിക്കും? മണിക്കൂറുകളല്ല, ദിവസങ്ങളോളം പിടിക്കും. അവസാനം എന്തോ ഒരു കുതിരത്തിന് മഞ്ഞ് ഉരുകിപ്പോയി രണ്ടാമത് വീണ്ടും ജോയിൻ്റ് ആവുക എന്നല്ലാതെ നമ്മൾ സ്വയം ആത്മനിയന്ത്രിതരായിക്കൊണ്ട് ഈ പിണക്കം തീർക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ യഥാർത്ഥ വിശ്വാസി അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ റസൂലിന് ഭാര്യമാരുമായിട്ട് പലപ്പോഴും പിണക്കമുണ്ടായി. റസൂലുള്ളാഹി തങ്ങളോട് ഭാര്യമാർക്ക് പിണക്കമുണ്ടായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. വമ്പിച്ച പിണക്കം.
ചില്ലറ പണക്കൊന്നുമല്ല. അള്ളാഹ് ഖുർആനിൽ തന്നെ അവർക്ക് രണ്ടുപേരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇൻ തതൂബാ ഇലല്ലാഹി ഫഖദ് സ്വഗത് ഖുലൂബുകുമാ വഇൻ തളാഹറ അലൈഹി ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു വസായിറുൽ മുഅ്മിനീൻ. ആയിഷ റളിയല്ലാഹു അൻഹയെയും ഹഫ്സയെയും വിളിച്ച് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ മര്യാദക്ക് തൗബ ചെയ്ത് മടങ്ങണം. നിങ്ങളെ മനസ്സ് കേടുവന്നു പോയിട്ടുണ്ട്. തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ എൻ്റെ അടിമയായ മുഹമ്മദ് നബിക്ക് എൻ്റെ സംരക്ഷണം ഉണ്ടാകും, ജിബ്രീലിൻ്റെ സംരക്ഷണം ഉണ്ടാകും, എല്ലാ വിശ്വാസികളുടെയും സംരക്ഷണം ഉണ്ടാകും. ഭാര്യമാരെ വിളിച്ചാണ് അല്ലാഹ് പറയുന്നത്. അള്ളാന്റെ കിതാബിലാണ് പറയുന്നത്, പെണ്ണുങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ തൗബ ചെയ്യണം. അങ്ങനെയുള്ള പ്രശ്നം ഭാര്യമാരും അള്ളാന്റെ റസൂലും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. 28 ദിവസം, 29ാമത്തെ ദിവസം വരെ ഭാര്യമാരുമായി മുഴുവനും അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കലിമത്ത് മുണ്ടാതെ ജീവിച്ചിട്ടുണ്ട്. അറിയാം നിങ്ങൾക്ക്, 29ാമത്തെ ദിവസമാണ് ആയിഷയുടെ കൂടെ അള്ളാഹുവിൻ്റെ റസൂൽ കിടക്കുന്നത്. ഒറ്റ ഭാര്യയുമായി സമ്പർക്കമില്ല. 28 ദിവസം പൂർണ്ണമായിട്ട്. അതിനു മാത്രം പ്രശ്നമുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്ത് പ്രശ്നം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നപ്പോഴും അവിടെയുള്ളൊരു വിഷയം നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയുള്ള വിഷയം ആ സ്പോട്ടിൽ തന്നെ ആ പ്രശ്നം അവസാനിക്കുന്നു. നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന എനിക്ക് തന്നെ ഒരു പക്ഷേ അതിന് സാധ്യത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കേൾക്കുന്ന നിങ്ങളുടേത് എനിക്കറിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, ഉടനെ തന്നെ പരിഹാരം. ഒറ്റ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കതകിന് മുട്ടാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ബഹളം കേൾക്കുന്നു. വീണ്ടും മുട്ടി. എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ബഹളം? അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ തൻ്റെ മകളായ ആയിഷ എൻ്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹിയുമായിട്ട് കലഹിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് വീട്ടിൻ്റെ ഉള്ളിൽ കടന്ന് ആയിഷയെ കൂട്ടിപ്പിടിച്ച് പെരടിക്ക് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആയിഷയെ സംരക്ഷിക്കുകയാണ്. അവിടെ ഓടിപ്പോകാൻ വേറെ സ്ഥലമില്ല. ഒരു മനുഷ്യന് സംരക്ഷണം നൽകാൻ 2 പേരാണ് ഈ ലോകത്തുള്ളത്. ഒന്ന് ഭർത്താവും വേറൊന്ന് വാപ്പയോ. 2 പേരും മുമ്പിലുണ്ട്. ഭർത്താവിൻ്റെ മുമ്പിലാണ് പ്രശ്നം. പിതാവാണ് അടിക്കാൻ പുറപ്പെടുന്നത്. ഇനി ആരാ സംരക്ഷിക്കുക? അള്ളാഹുവിൻ്റെ റസൂൽ ആ ഭാര്യയെ കൂട്ടിപ്പിടിക്കുകയാണ്, അബൂബക്കറിനെ മാറ്റി നിർത്തുകയാണ്. നമ്മളാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുള്ളൂ ആലോചിക്കുകയാണ്. ഒന്ന് അങ്ങോട്ട് തള്ളിയിട്ട് 4 കിട്ടട്ടെ, ബാപ്പൻ്റെ അടുത്ത് തന്നെ വേണം കിട്ടാൻ. ഞാൻ പറഞ്ഞിട്ട് ഏതായാലും നന്നാവുന്നില്ല എന്ന രീതിയിലല്ലേ നമ്മൾ പറയുക. എന്നാൽ പ്രശ്നം മൂർച്ഛിച്ചു നിൽക്കുന്ന സമയത്ത്, ഒരു തല്ല് കിട്ടാനുള്ള അവസരമുണ്ടായ സമയത്ത് സ്വന്തം പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഭാര്യയെ, ആ മകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനെ തൻ്റെ പിന്നാമ്പുറത്തേക്ക് മാറ്റുകയാണ്. അത് കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് പുറത്തേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ തമാശ പറഞ്ഞ് കളിക്കുകയാണ്. വീണ്ടും അബൂബക്കർ ഇത് കാണുന്നു. ഇമ്മാതിരി കുതൂഹലം ഉണ്ടായിട്ട് ഞാനൊന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. വീണ്ടും തിരിച്ചു വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങളും ആയിഷ ബീവിയും മുമ്പൊരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ലാത്തതുപോലെ തമാശയും കളിയുമാണ്. അപ്പോൾ അബൂബക്കർ വീണ്ടും ചോദിച്ചു പോവുകയാണ്, നബിയെ, നിങ്ങളുടെ ഇടയിൽ യുദ്ധമുണ്ടായപ്പോൾ ഞാൻ അതിൻ്റെ ഇടക്കു കയറി. ഇനി നിങ്ങളുടെ സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടായപ്പോൾ ഞാൻ ഇടക്ക് കയറുന്നു. എന്നെ നിങ്ങൾ കയറ്റുമോ എന്ന് ചോദിച്ചു പ്രവാചകൻ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ കയറിക്കോളി. ഞങ്ങൾ പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ കയറിയതുപോലെ ഞങ്ങൾ സ്നേഹിച്ച് ജീവിക്കുമ്പോഴും നിങ്ങൾക്ക് കയറാം എന്ന് പറഞ്ഞിട്ടുള്ള സ്വഹീഹ് ആയ ഹദീസ് ഇമാം അഹ്മദ് ഒക്കെ ഉദ്ധരിച്ചതായിട്ട് കാണാൻ കഴിയും. പ്രശ്നമുണ്ടായേക്കാം, പക്ഷേ ആ പ്രശ്നം ആ സ്പോട്ടിൽ തന്നെ അവസാനിപ്പിക്കാൻ കഴിയുക എന്നതാണ്. നമ്മൾ ഒരു പുരുഷനാണ്, നമ്മളൊരു മനുഷ്യനാണ്, നമ്മളൊരു വിശ്വാസിയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം. അങ്ങനെയുള്ള ഒരു ഊർജം സമ്പാദിച്ചെടുക്കുവാനുള്ള പരിശോധനയുടെ പേരാണ് വൈവാഹിക ജീവിതം. അങ്ങനെയുള്ള ഒരു പരീക്ഷാ ഹാളിൻ്റെ പേരാണ് വൈവാഹിക ജീവിതം. ഇത്രയും വലിയ പ്രയാസങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടായിട്ടും വിവാഹം എന്ന അപകട മേഖലയെ വിശുദ്ധ ഇസ്ലാം തെരഞ്ഞെടുത്തത് ഈ വലിയ മാനസിക ശുദ്ധീകരണത്തിൻ്റെ ഫാക്ടറിയായി പ്രവർത്തിക്കാൻ വൈവാഹിക ജീവിതത്തിന് കഴിയുമെന്നതുകൊണ്ടാണ്, കഴിയണമെന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വൽ ജലാൽ അപ്രകാരത്തിലുള്ള ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്കും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ സന്താന പരമ്പരയിൽ നിന്ന് വരുന്നവർക്കെല്ലാവർക്കും അല്ലാഹു ഉദക്കം നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ